സർവസംശയഛേത്താരം സച്ചിദാനന്ദവിഗ്രഹം സദാ സുസ്മേരവദനം ബാലകൃഷ്ണം നമാമ്യഹം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണം പദ്മഭുവം വസിഷ്ഠം ശക്തിം ച തത്പുത്രപരാശരം ച വ്യാസം ശുകം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമഥാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമഥാസ്യ പദ്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം തോടകം വാർത്തികകാരമന്യാൻ അസ്മദ്ഗുരൂൻ സന്തതമാനതോസ്മി. എല്ലാവർക്കും എൻ്റെ പ്രണാമം. നമുക്കിന്ന് വായിക്കാനുള്ളത് 68ാമത്തെ പദ്യം മുതലാണ്. നിങ്ങളുടെ പുസ്തകത്തിലെ 2-ാം അധ്യായം 5-ാം പദ്യം മുതലാണ്. എൻ്റേത് കണ്ടിന്യൂസ് ആണ്. ആദ്യം മുതൽ 1, 2 എന്ന് പറഞ്ഞ് അവസാനം വരെ ഒരു അനുക്രമമായിട്ട് പോകുന്ന നമ്പറാണ്. ഇവിടെ ഓരോ അധ്യായത്തിനും ഓരോ ശ്ലോകസംഖ്യയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ പദ്യത്തിൽ എന്ത് പറയുന്നു നോക്കാം. പഞ്ചമലമും പശു അനന്തമും പതിയും 5 തൊഴിലും അവത്തൈകളും കിഞ്ചറിവും കേട്ട് ശരിയാതി ചെയ്ത് ക്ലേശങ്കടാ കാഴ്ചി മെഴുകിർ കനകം കാൺ. പഞ്ചമലമും പശു അനന്തമും പതിയും 5 തൊഴിലും. പഞ്ചമലം, നമ്മൾ മുമ്മലങ്ങളെ പറ്റിയാണ് ഇതുവരെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അഹങ്കാരം, കർമ്മം, മായ. ഇവിടെ പറയുന്നത് 5 മലങ്ങളുടെ കാര്യമാണ്. ചെറിയ വ്യത്യാസത്തോടു കൂടി 2 മലങ്ങളെ കൂടെ ചേർത്തു. അങ്ങനെയാണ് 3 5 മാറിയത്. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ആണവം അഥവാ അഹങ്കാരം, കർമ്മം, മായ. അത് നേരത്തെയുള്ള മുമ്മലങ്ങളാണ്. അത് കൂടാതെ വരുന്നത് തിരോധൈ, തിരോധാന ശക്തി. വേറൊരു വ്യാഖ്യാനത്തിൽ നോക്കിയപ്പോൾ കാമ്യം, തിരോധാന ശക്തി. ഇദ്ദേഹത്തിൻ്റെ മലയാളത്തിലുള്ള വ്യാഖ്യാനത്തിൽ വേറെ 2ആണ്. മഹാമായ, നിരോധം. നമുക്ക് അതൊന്നും നമ്മൾ ഈ തലനാരിഴ കീറിയൊന്നും നോക്കേണ്ട കാര്യമില്ല. 5 മലം, 5 തരത്തിലുള്ള മറ അല്ലെങ്കിൽ അശുദ്ധി. അത് ഉള്ളിൽ നിന്ന് നീങ്ങിയാൽ ശുദ്ധമായ ആത്മാവ് തെളിഞ്ഞു പ്രകാശിക്കും. അപ്പം ഇതാണ് ഇവിടെ പറയുന്ന 5 മലം. 5 മലമും പശു അനന്തമും. പശു എന്ന് പറഞ്ഞാൽ ജീവൻ, വിശേഷ ബുദ്ധിയില്ലാത്ത ജീവനെയാണ്. എന്ന് പറഞ്ഞാൽ ആത്മജ്ഞാനമില്ലാത്ത, താൻ ആത്മാവാണെന്ന് അറിയാത്ത ജീവന്മാരെയാണ് പശുക്കൾ എന്ന് ശൈവ സിദ്ധാന്തം വിളിക്കുന്നത്. പശു അനന്തമും, അനന്തകോടി ജീവന്മാരാണ് ഈ പ്രപഞ്ചത്തിൽ. പഞ്ചമലമും പശു അനന്തമും പതിയും. പതി എന്ന് പറഞ്ഞാൽ ഈ അജ്ഞാനികളായ പശുക്കളുടെ അഥവാ ജീവന്മാരുടെ നാഥൻ. അദ്ദേഹത്തെ പതി എന്നും പറയാം, പശുപതി എന്നും പറയാം. നേപ്പാളിലൊരു സ്ഥലമുണ്ട്, പശുപതിനാഥം, ശിവക്ഷേത്രമാണ്. പതിയും, പതി, നാഥൻ, ജീവന്മാരുടെ അധിപൻ, ജീവന്മാരുടെ കർമ്മങ്ങളെ നിയന്ത്രിക്കുന്നവൻ, അവരുടെ കർമ്മങ്ങൾക്കനുസരിച്ച് ഫലത്തെ കൊടുക്കുന്ന ഫലദാതാവായ ഈശ്വരൻ എന്നൊക്കെ നമുക്ക് അർത്ഥം പറയാം. എന്തായാലും പശു, പതി, പാശം, ഇതാണ് ശൈവ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ. പശു അനന്തമും പതിയും 5 തൊഴിലും. അത് നമ്മൾ പറഞ്ഞതാണ്. 5 തൊഴിൽ എന്തൊക്കെയാണെന്നുള്ളത്: സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അനുഗ്രഹം. ഇത് ഭഗവാന്റെ തൊഴിലുകളാണ്. ആ 5 തൊഴിലും, അതായത് ജീവതലത്തിലും ഈശ്വരതലത്തിലുമുള്ള എല്ലാം പരമാത്മാവിൻ്റെ പ്രകടനങ്ങളാണ് എന്ന് പറയാനാണ് ഈ ഓരോ ഐറ്റത്തെയായിട്ട് എടുത്തു പറയുന്നത്. 5 തൊഴിലും അവത്തൈകളും. അവത്തൈ എന്ന് പറഞ്ഞാൽ അവസ്ഥ. എന്തൊക്കെയാണ് അവസ്ഥ? അവസ്ഥാത്രയങ്ങൾ: ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി. ഈ അവസ്ഥകളും. ഈ അവസ്ഥ എന്നുള്ളത് ശരീരത്തിൻ്റെ തലത്തിലുള്ള അവസ്ഥകൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം അങ്ങനെയും പറയാം. അല്ലെങ്കിൽ ജീവന്റെ പ്രധാനപ്പെട്ട 3 അവസ്ഥകളാണ് ജാഗ്രത്, സ്വപ്ന, സുഷുപ്തികൾ. അങ്ങനെ അർത്ഥം പറയാം. എന്തായാലും അത് ശരീരതലത്തിലോ മനസ്തലത്തിലോ ഏതവസ്ഥയും അതാണ് അവസ്ഥകളും. കിഞ്ചറിവും, കിഞ്ചിത് ജ്ഞാനം, അല്പമറിവ് എന്നർത്ഥം. കിഞ്ചറിവ് എന്താണ്? അല്പമായ ജീവബോധം, ആ ജീവന്റെ അല്പമായ ജ്ഞാനം. നമ്മൾ എത്ര പഠിച്ചാലും ഈ പ്രപഞ്ചം എങ്ങനെയാണ് ഉണ്ടായതെന്നോ സൃഷ്ടികർത്താവായ ഈശ്വരൻ ആരെന്നോ അദ്ദേഹത്തിൻ്റെ സ്വരൂപം എന്തെന്നോ ഒന്നും അറിയാൻ സാധ്യമല്ല. അത് പരാവിദ്യയാണ്.
മറ്റുള്ളതെല്ലാം അപരാവിദ്യയാണ്. അപരാവിദ്യ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിനെ സംബന്ധിച്ച അറിവ്, ശാസ്ത്രജ്ഞാനം. ആധുനിക ശാസ്ത്രത്തിന് പല ശാഖകളുണ്ടല്ലോ. ആ ശാഖകളെ കുറിച്ചുള്ള അറിവൊക്കെ അപരാവിദ്യ എന്നുള്ളതിൽ പെടും. പരാവിദ്യ എന്ന് പറഞ്ഞാൽ ആത്മവിദ്യ, ബ്രഹ്മജ്ഞാനം, അധ്യാത്മശാസ്ത്രത്തെക്കുറിച്ചുള്ള അറിവ് എന്നാണ് അർത്ഥം. അപരാവിദ്യ എത്ര നേടിയാലും അതൊന്നും മനഃശാന്തിക്ക് കാരണമാവില്ല. പരാവിദ്യ മാത്രമേ മനുഷ്യന്റെ ഉള്ളിൽ നിരന്തരമായ സമാധാനവും ശാന്തിയും നിറയ്ക്കുകയുള്ളൂ. കിഞ്ചറിവും കേട്ട് അല്പമായ ജീവബോധത്തോടുകൂടെ ആണല്ലോ ഒരു സാധകൻ അധ്യാത്മ തത്വത്തെ ശ്രവണം ചെയ്യുന്നത്. ജ്ഞാനിക്ക് ശ്രവണത്തിന്റെ ആവശ്യകത തന്നെയില്ല. അജ്ഞാനികളാണ് ഈ ശ്രവണം, മനനം, നിധിധ്യാസനം, ധ്യാനം ഈ പ്രക്രിയകളൊക്കെ അനുവർത്തിക്കുന്നത്. കിഞ്ചറിവും എന്ന് പറഞ്ഞാൽ ആ ജീവബോധവും കേട്ട് കേട്ട് ശരിയാതി ചെയ്ത്. ശരിയാതി എന്ന് പറഞ്ഞാൽ ചര്യ, ക്രിയ, യോഗം, ജ്ഞാനം, ഇങ്ങനെ 4 ഇത് നമ്മൾ പറഞ്ഞതാണ്. ഒരു സാധകൻ പടിപ്പടിയായി കടന്നു പോകേണ്ട ഘട്ടങ്ങളാണ്. ആ ചര്യ തുടങ്ങിയവ ചെയ്ത് തത്വത്തെ ഒരു ആചാര്യനിൽ നിന്ന് നല്ലതുപോലെ കേട്ട് ചര്യ എന്താണ് 4 ചര്യ, ക്രിയ, യോഗം, ജ്ഞാനം, ഈ 4 അതൊക്കെ വേണ്ടവണ്ണം അനുഷ്ഠിച്ച് ചിത്തശുദ്ധി വരുത്തി ക്ലേശം കെടാ കാഴ്ചി. ക്ലേശം കെടാ കാഴ്ചി, കാഴ്ചി എന്ന് പറഞ്ഞാൽ കാഴ്ച. ക്ലേശം അടങ്ങാത്ത ദുഃഖം അല്ലെങ്കിൽ പ്രയാസം, വിഷമം അടങ്ങി കിട്ടാത്ത കാഴ്ച എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ ആത്മദർശനമല്ല. ആത്മദർശനത്തിൽ എല്ലാ പ്രയാസങ്ങളും എല്ലാ ദുഃഖങ്ങളും ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. ക്ലേശം കെടാ കാഴ്ചി, ക്ലേശം ഒഴിഞ്ഞ ദർശനം, അതാണ് ക്ലേശം കെടാ കാഴ്ചി. ക്ലേശം ഒഴിയാത്ത ദർശനം എന്നാണ്. എന്താണ് അവിടെ ക്ലേശം? ജീവബോധം. ഈ ജീവബോധമാണ് ദുഃഖത്തിൻ്റെ തായ്വേര്. ആ ജീവബോധത്തെ വെച്ചുകൊണ്ട് ചെയ്യുന്ന ഒന്നും നമുക്ക് ആത്യന്തികമായ ശാന്തി ഉണ്ടാക്കി തരില്ല. ഞാൻ എന്നുള്ള ഭാവത്തോടു കൂടി ചെയ്യുന്നതൊന്നും നമ്മെ ആത്മജ്ഞാനത്തിലേക്ക് കൊണ്ടെത്തിക്കില്ല. ഈ ഞാനിൻ്റെ കട്ടി കുറച്ച് കുറച്ച് കൊണ്ടുവരാൻ നോക്കണം. ഇതാണ് ഒരു സാധകൻ ചെയ്യേണ്ടത്. പക്ഷേ അതിനെ നേരിട്ട് സാധിക്കാനുള്ള മാർഗങ്ങളെ അവലംബിക്കാതെ മറ്റു രീതിയിലുള്ള ചര്യ, ക്രിയ ഒക്കെ ഉണ്ടല്ലോ. അതായത് ഈ 4 മാർഗങ്ങളിൽ ആദ്യത്തെ 3 അഹങ്കാരത്തെ വെച്ചുകൊണ്ട് ചെയ്യുന്നതാണ്. ചര്യ, ക്രിയ, യോഗം. ജ്ഞാനം എന്നുള്ളത് നേരിട്ട് ആത്മതത്വത്തിലേക്ക് നമ്മെ പിടിച്ചടുപ്പിക്കുന്നതാണ്. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ക്ലേശം കെടാക്കാഴ്ചയാണ്, ക്ലേശം ഒഴിയാത്ത ദർശനം. ക്ലേശം തീരുന്നില്ല. അവിടെയൊക്കെ സാധകൻ ബുദ്ധിമുട്ടോടുകൂടി സാധന അനുഷ്ഠിക്കുകയാണ് ചെയ്യുന്നത്. ഇതിലുള്ള ഒരു വിരോധാഭാസം എന്തെന്നറിയാമോ? സുഖത്തിന് വേണ്ടി, സുഖം നേടാൻ വേണ്ടി കഷ്ടപ്പെടുന്നു. ഇതെങ്ങനെ ശരിയാകും? സുഖം നേടണമെങ്കിൽ സുഖമായിരുന്നൂടെ? കഷ്ടപ്പാടിലൂടെ സുഖത്തെ നേടാൻ പറ്റുമോ? ഒരാൾ ഉറങ്ങാൻ വേണ്ടി എന്ത് കർമ്മം ചെയ്താൽ ഒരാൾക്ക് ഉറങ്ങാൻ പറ്റും? എല്ലാ കർമ്മങ്ങളെയും വിട്ടിട്ട് കട്ടിലിൽ ഇങ്ങനെ നിവർന്ന് കിടക്കുക, മനസ്സിനെ ശാന്തമാക്കി വെക്കുക, ഉറക്കം തനിയേ വരും. അവിടെ ഉറക്കം വരാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തുകൊണ്ടിരുന്നാൽ ആ കർമ്മം തന്നെ ഉറക്കത്തെ നശിപ്പിക്കില്ലേ? അപ്പോൾ അതുപോലെയാണ് അഹങ്കാരത്തെ വെച്ചുകൊണ്ട് ചെയ്യുന്ന സകല സാധനങ്ങളും ക്ലേശമുണ്ടാക്കുന്നതാണ്, ക്ലേശകരം, ആയാസം, ശരീരത്തെ ക്ഷീണിപ്പിക്കുന്നതാണ്. ഉപവാസം തുടങ്ങിയ വ്രതങ്ങൾ എളുപ്പമാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? 24 മണിക്കൂർ പട്ടിണി കിടക്കുക എന്ന് പറഞ്ഞാൽ. പക്ഷേ അതിലൊരു നിഷ്ഠയും ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ കടിച്ചു പിടിച്ച് ആ വ്രതം നമ്മൾ പരിസമാപിപ്പിക്കും. എന്നാലും വയറിൽ ഉണ്ടാകുന്ന വിശപ്പിനെ, ആ വിശപ്പ് ബുദ്ധിമുട്ടുണ്ടാക്കില്ലേ? ഉപവാസമായതുകൊണ്ട് താൻ ഇന്നൊന്നും കഴിക്കില്ല. ഈ വിശപ്പിനറിയാമോ ഇയാൾ ഉപവാസത്തിലാണ് എന്നുള്ള കാര്യം? അത് എല്ലാ ദിവസവും പോലെ വരില്ലേ ആ കൃത്യസമയത്ത്? നമ്മുടെ ശരീരത്തിലൊരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട്. അതാ സമയം ആകുമ്പോൾ വിശപ്പുണ്ടാകും. പറയും, എനിക്ക് ഭക്ഷണം തരൂ, ആഹാരം കഴിക്കാൻ സമയമായി. വിശപ്പ് വന്നിട്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത്. പക്ഷേ ചിലർ സമയം വെച്ച് ഭക്ഷണം കഴിക്കും. അത് ശരിയായ മാർഗമല്ല എന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. വിശക്കാതെ ആഹാരം കഴിക്കരുത്, വിശന്നിട്ടേ ആഹാരം കഴിക്കാവൂ. വിശപ്പെന്നുള്ള ആ ഒരു ഫീലിംഗ് ഇല്ലെങ്കിൽ ഭക്ഷണം കഴിക്കരുത്. എന്തുകൊണ്ടാണ് വിശപ്പ് വരാത്തത്? വിശപ്പ് വരാതിരിക്കാൻ കാരണം ദഹനേന്ദ്രിയ വ്യവസ്ഥയിലുള്ള എന്തോ തകരാറാണ്.
രാവിലെ കഴിച്ചത് ദഹിച്ചില്ല, അതുകൊണ്ട് ഉച്ചയ്ക്ക് ആ സമയമാകുമ്പോൾ വിശപ്പ് വന്നില്ല. അപ്പൊ ആ ദഹിക്കാതെ കിടക്കുന്ന ആഹാരത്തിനോടൊപ്പം വീണ്ടും പുതിയ ആഹാരം കൂടെ ഉള്ളിലേക്ക് തള്ളിവിട്ടാൽ പാവപ്പെട്ട ആ വയർ എന്ത് ചെയ്യും? അപ്പോഴാണ് ബുദ്ധിമുട്ടുകൾ, വയറിനസുഖം, വയറുവേദന ഇതൊക്കെ തുടങ്ങുന്നത്. അപ്പൊ ഇവിടെ ക്ലേശങ്കടാ കാഴ്ചി, ക്ലേശം ഒഴിഞ്ഞ ദർശനമല്ല. ഏത്? ചര്യ, ക്രിയ, യോഗം തുടങ്ങിയവ. അതൊക്കെ എന്തുപോലെയാണ് എന്ന് ചോദിച്ചാൽ, മെഴുകിർ കനകം കാൺ. മെഴുകിർ എന്ന് വെച്ചാൽ മെഴുകിൽ, കനകം സ്വർണം അഥവാ സ്വർണത്തരികൾ, കാൺ എന്നതുപോലെ കണ്ടോളൂ. എന്താണ് മെഴുകിലെ സ്വർണത്തരികൾ? ഇത് ഈ സ്വർണ്ണപ്പണിക്കാരോട് അവർക്കിത് നല്ലതുപോലെ മനസ്സിലാകും. സ്വർണം അവര് നല്ല സ്വർണമാണോ, ആ സ്വർണത്തിന്റെ മാറ്റ് ഉരകല്ലിൽ ഒരച്ച് നോക്കിയാണ് അവര് സ്വർണത്തിന്റെ മാറ്റ് നിശ്ചയിക്കുന്നത്. അപ്പോൾ കുറച്ച് ഒരച്ച് നോക്കുമ്പോൾ ആ ആഭരണത്തിന്റെ കുറച്ച് അംശം ഈ ഉരകല്ലിൽ ഒട്ടിയിരിക്കും. അത് നല്ല പണ്ടമാണെങ്കിൽ അത് വാങ്ങിക്കും, അല്ലെങ്കിൽ അത് മുക്കുപണ്ടമോ അല്ലെങ്കിൽ ചെമ്പ് കൂടുതലോ ചേർന്നതാണെങ്കിൽ അതിൻ്റെ ആ ഗുണനിലവാരം അനുസരിച്ചുള്ള വില കൊടുക്കുകയോ അല്ലെങ്കിൽ വേറെ പുതിയ ആഭരണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയോ ഒക്കെ ചെയ്യും. എന്തായാലും ഉരച്ചു നോക്കുന്ന ഉരകല്ലിൽ കുറച്ച് സ്വർണ്ണത്തരികൾ, നല്ല സ്വർണ്ണമാണെന്ന് തന്നെ വിചാരിക്കുക, സ്വർണ്ണത്തരികൾ പറ്റി നിൽക്കും. ഇത് ഇയാൾ എങ്ങനെയാണ് എടുക്കുന്നത്? മെഴുകുണ്ടയുണ്ടല്ലോ, മെഴുക് ഇങ്ങനെ ഉരുട്ടിയിട്ട് അതിൽ ഇതിനെ ഒപ്പി എടുക്കും. അപ്പൊ ആ മെഴുകുണ്ടയിൽ ഈ സ്വർണ്ണത്തരികൾ പറ്റിയിരിക്കും. ആ സ്വർണ്ണത്തരികൾ അയാൾ എങ്ങനെ വേർതിരിച്ചെടുക്കുമെന്ന് പറഞ്ഞാൽ, തീയിലിട്ട് കഴിഞ്ഞാൽ മെഴുകുരുകി പോവും. ഈ സ്വർണ്ണത്തരികൾ അയാൾക്ക് അനായാസമായിട്ട് വേർതിരിച്ചെടുക്കുകയും ആവാം. ചിലരൊക്കെ നമ്മൾ ഈ നല്ല സ്വർണ്ണമാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി ഒരച്ചൊരച്ച് നല്ല പോലെ അങ്ങ് ഒരച്ച് നമ്മുടെ സ്വർണ്ണമാണ് പോകുന്നത്. അതിന്റെ മാറ്റി നിശ്ചയിക്കാൻ അല്പം ഒരച്ച് നോക്കിയാൽ പോരെ, ഇത് വെച്ച് തേടാതെ ഒരച്ച്. അപ്പൊ അത് മുഴുവൻ നമ്മുടെ ഇത് ഈ ഇടയ്ക്ക് ഈ സ്വർണം വെളുപ്പിക്കാനെന്ന് പറഞ്ഞിട്ട് കുറെ കൂട്ടരുണ്ടായിരുന്നു. അവരേതോ ഭയങ്കര ആസിഡാണ്, നമുക്കറിയില്ല, കണ്ടാ വെള്ളം പോലെ ഇരിക്കും. ഇതെടുത്ത് അതിനകത്ത് ഇട്ടിട്ട് നല്ല പോലെ തേച്ച് പിടിപ്പിക്കുമ്പോൾ പുറത്തുള്ള സ്വർണം മുഴുവൻ പോവും. അപ്പോൾ അകത്തുള്ള സ്വർണം നല്ല വെട്ടിത്തിളങ്ങും. നമ്മൾ വിചാരിച്ചത് അഴുക്ക് കളഞ്ഞു എന്നാണ്, നമ്മുടെ മുകളിലുള്ള സ്വർണത്തിന്റെ ഒരു കോട്ടിംഗ് ആണ് പോയത്. എന്നിട്ട് ആ ലായനിയിൽ ആ സ്വർണം ലയിച്ചു ചേരുകയും അതിൽ നിന്ന് അവർ ആ സ്വർണത്തെ വീണ്ടെടുക്കാനുള്ള വേറെ പദ്ധതികൾ അവർക്കറിയാം. അപ്പോൾ ഭയങ്കര തട്ടിപ്പാണ് പകൽക്കൊള്ള. നമ്മൾ നോക്കി നിൽക്കവേ നമ്മളെ പറ്റിച്ചിട്ട് പോകുന്ന കൂട്ടരാണ്. ഇപ്പോൾ അങ്ങനെയുള്ളവരെ കാണാനില്ല. അവരൊക്കെ മറ്റേ കോടികളുടെ അഴിമതി നടത്താനുള്ള വേറെ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഇതൊക്കെ അല്പമല്ലേ? നമുക്കെന്ന് പറഞ്ഞാൽ ലക്ഷങ്ങളല്ല, കോടിയും 100 കോടി 1000 കോടിയുടെയൊക്കെ തട്ടിപ്പാണ് നടക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, തട്ടിപ്പില് 1000 കോടി. ഈ കോടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ വിലയില്ലെന്നാ തോന്നുന്നത്. 1 കോടി എന്നൊക്കെ പറഞ്ഞാല് നമ്മൾ പണ്ട് 100 ലക്ഷം എന്നൊക്കെ പറയും. അതിന്റെ പൈസയുടെ മൂല്യമൊക്കെ പോയി, പണത്തിന് മൂല്യമില്ലാതെയായി. എല്ലാവരുടെ കയ്യിലും ഉണ്ട് ലക്ഷങ്ങൾ. എന്ത് ചെയ്യും? പിന്നെ എങ്ങനെ ആ ലക്ഷത്തിനൊരു വിലയുണ്ടാവും? മെഴുകിർ കനകം കാൺ. മെഴുകിൽ ഒട്ടിയിരിക്കുന്ന ആ മെഴുകുരുണ്ടയിൽ ഒട്ടിയിരിക്കുന്ന സ്വർണം പോലെയാണ് എന്ന് പറഞ്ഞാൽ എന്താ? ആ മെഴുകുരുണ്ടയുടെ 99% മെഴുകാണ്. അവിടെയായി ഈ കുറെ സ്വർണ്ണത്തരികൾ പറ്റി നിൽക്കും. ഇതുപോലെ നമ്മൾ സാധന എന്നുള്ള രീതിയിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടുണ്ടാകുന്ന പ്രയോജനം വളരെ അല്പം. ഈ മെഴുകുരുണ്ടയിൽ പറ്റി നിൽക്കുന്ന സ്വർണ്ണത്തരികളെ പോലെയാണ്. കാര്യമായി എന്ത് കിട്ടി നിങ്ങളുടെ ഇത്രയും വർഷത്തെ സാധന കൊണ്ടെന്ന് ചോദിച്ചാൽ ഇതുവരെ പറയത്തക്ക പ്രയോജനമൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ചെയ്യുന്നു എത്രയോ വർഷങ്ങളായി. അതായത് കാര്യമായ പ്രയോജനം നൽകുന്നില്ല ഈ സാധനകൾ. അതുകൊണ്ട് എന്താ ഇവിടെ ഈ ഒഴിവിലൊടുക്കം എന്നുള്ള കൃതി ജ്ഞാനത്തിന് പ്രാമുഖ്യം നൽകുന്ന കൃതിയാണ്. ശൈവ സിദ്ധാന്തം ഒക്കെ ആണെങ്കിലും ജ്ഞാനമാണ് ഏറ്റവും ശ്രേഷ്ഠം. ആ ജ്ഞാനത്തിൽ നമ്മെ നേരിട്ട് കൊണ്ടുചെന്ന് എത്തിക്കുന്നത് വിചാരമാണ്, തത്വവിചാരം. അത് ബുദ്ധി കൊണ്ട് ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്. ബുദ്ധിയെയാണ് അതിനെ വിനിയോഗിക്കേണ്ടത്. അതിന് പ്രാണന്റെ ആവശ്യമില്ല, കൈകാലുകളുടെ ആവശ്യമില്ല, മറ്റൊരവയവങ്ങളുടെ ആവശ്യമില്ല. അതിനാകെപ്പാടെയുള്ളത് ആവശ്യം ബുദ്ധി മാത്രം. പക്ഷേ ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റില്ലല്ലോ, എല്ലാവരുടെടുത്തും ചെയ്യാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങൾക്ക് മനനം ചെയ്യാനുള്ള പാകതയുണ്ടെങ്കിൽ മറ്റുള്ളവരെ പോലെ നിങ്ങൾ ഈ കർമ്മമാർഗത്തിലേക്കോ അല്ലെങ്കിൽ യോഗമാർഗത്തിലേക്കോ പോകേണ്ട കാര്യമില്ല. തത്വത്തെ വിചാരം ചെയ്തുകൊണ്ട് കഴിഞ്ഞോളൂ. ബുദ്ധിക്ക് പതുക്കെ നാളുകൾ ചെല്ലുന്തോറും അതിന് ഉറപ്പ് വരട്ടെ. അങ്ങനെ സത്യം തെളിയും. മെഴുകിർ കനകം കാൺ എന്ന് പറഞ്ഞാൽ കാണൂ, നോക്കൂ. അതിൻ്റെ വ്യാഖ്യാതാവ്
ചിദംബര സ്വാമികൾ എന്ന് പറയുന്ന ഒരു മഹാനാണല്ലോ ഈ ഒഴിവിലൊടുക്കത്തിന് വ്യാഖ്യാനം എഴുതിയത്. അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനത്തിലുള്ള ഒരു രണ്ട് സെൻറ്റൻസിൽ ഒരു സെൻറ്റൻസ് പറയുന്നുണ്ട്. ഉരയ്ത്ത് ഓട്ടയേറിയ കനകം ഉരുക്കി എടാമയിൻ മെഴുകിൽ മറൈந்தாർ പോല ത്രിപദാർത്ഥങ്ങളിനത് ഉണ്മயை കേട്ടറിந்த അറിവ് സ്വാനുഭവത്താൽ വെളിയാകാതെ മലത്തുൾ മറൈന്തമയാൽ മെഴുകിർ കനകം കാൺ என்றார். എന്തുകൊണ്ട് ആ ഉദാഹരണത്തെ ഇവിടെ പറഞ്ഞു? മെഴുകിൽ പറ്റിയിരിക്കുന്ന സ്വർണത്തരികൾ, ഉരയ്ത്ത് ഓട്ടയേറിയ കനകം ഉരുക്കി ഇടാമയിൻ. സ്വർണത്തെ ഈ മെഴുകുരുണ്ടയിൽ പറ്റി നിൽക്കുന്ന സ്വർണത്തരികളെ ആ മെഴുകിനെ ഉരുക്കാതെ നമുക്ക് തിരിച്ചെടുക്കാൻ സാധ്യമല്ല. കാരണം അവിടെയായിട്ട് മാത്രമേ പറ്റിയിട്ടുള്ളൂ. അതുകൊണ്ട് അതിനെ ഉരുക്കുക തന്നെ വേണം. മെഴുകിൽ മറൈந்தாർ പോലെ, മെഴുകിനകത്ത് ഒളിഞ്ഞു കിടക്കുകയാണ് ഏത്? ഈ സ്വർണത്തരികൾ. ത്രിപദാർത്ഥങ്ങളിനത് ഉണ്മയെ കേട്ടറിந்த അറിവ് സ്വാനുഭവത്താൽ വെളിയാകാതെ. ത്രിപദാർത്ഥങ്ങൾ, 3 പദാർത്ഥം എന്ന് പറഞ്ഞാൽ പശു, പതി, പാശം. ഈ 3നെ കുറിച്ചുള്ള ശ്രവണജ്ഞാനം, അവയെക്കുറിച്ചുള്ള കേട്ടറിവുണ്ടല്ലോ, ആചാര്യനിൽ നിന്ന് കേട്ട് അറിയുന്നത് കൊണ്ടുള്ള ആ അറിവ്, കേൾക്കുന്നതിലൂടെ കിട്ടുന്ന അറിവ്, ആ അറിവ് സ്വാനുഭവം ഇല്ലെങ്കിൽ ആ അറിവ് കൊണ്ട് ഒരു പ്രയോജനമില്ല. എനിക്ക് പശു എന്താണെന്നറിയാം, പതി എന്താണെന്നറിയാം, പാശം എന്താണെന്നും അറിയാം. നിങ്ങൾ പശുവിന്റെ നിലയിൽ നിന്ന് പതിയുടെ ലെവലിലേക്ക് ഉയർന്നോ? ഇതാണ് ചോദ്യം. അതിനെക്കുറിച്ചുള്ള സിദ്ധാന്തപരമായ ജ്ഞാനം, ഈ വേദാന്തം പോലും അങ്ങനെയാണ്. ബ്രഹ്മത്തെക്കുറിച്ച് സിദ്ധാന്തപരമായി ഗ്രഹിച്ചത് കൊണ്ട് മാത്രം ജീവിത ധന്യത ഉണ്ടാവില്ല. അത് സ്വാനുഭവത്തിലേക്ക് വരണം. നമ്മുടെ ഉള്ളിൽ ആ സത്യം സാക്ഷാത്കരിക്കപ്പെടണം. എന്നാലേ നമുക്കതുകൊണ്ട് പ്രയോജനമുള്ളൂ. ത്രിപദാർത്ഥങ്ങളിനത് ഉണ്മയെ, ഈ പശു, പതി, പാശം എന്നുള്ള 3 തത്വങ്ങളെയും കുറിച്ച് കേട്ടറിந்த അറിവ്, ആ ശ്രുതിജ്ഞാനം, കേൾക്കുന്നത് കൊണ്ടുണ്ടായ അറിവ് സ്വാനുഭവത്താൽ വെളിയാകാതെ, അത് സ്വാനുഭവത്തിൽ വെളിപ്പെടാതെ, ഉള്ളിൽ പ്രകാശിക്കാതെ, മലത്തുൾ മറൈന്തമയാൽ, മുമ്മലങ്ങളുടെ ഉള്ളിൽ ആ അറിവ് മറഞ്ഞു പോകുന്നു. ഇവിടെ തത്വം 3, മലങ്ങളും 3. ഇതാണ് ശൈവ സിദ്ധാന്തത്തിൽ. പശു, പതി, പാശം, ഇതാണ് 3 അടിസ്ഥാന തത്വങ്ങൾ. 3 മലങ്ങളുമുണ്ട്: അഹങ്കാരം, കർമ്മം, മായ. ഈ 3 തത്വങ്ങളെ കുറിച്ചുള്ള അറിവ് ഈ മുമ്മലങ്ങളുടെ ഉള്ളിൽ അകപ്പെട്ടു പോകുന്നു. ആ അറിവ് പുറത്ത് പ്രകാശിക്കുന്നില്ല. ഏതുപോലെ? ഈ മെഴുകിൽ പറ്റിയിരിക്കുന്ന സ്വർണത്തരികളെ പോലെ. അത് പ്രകാശിക്കാൻ എന്ത് ചെയ്യണം? സ്വർണത്തരികളുടെ കാര്യത്തിലാണെങ്കിൽ മെഴുകിനെ ഉരുക്കണം. ആ മെഴുക് മുഴുവൻ ഉരുകിപ്പോകും, സ്വർണത്തരികളെ നമുക്ക് സ്വന്തമാക്കാം. ഇതുപോലെ 3 മലങ്ങളുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ഈ ത്രിവിധ തത്വങ്ങൾ, പശു, പതി, പാശം എന്നുള്ള ആ 3 തത്വങ്ങളുടെയും അറിവ് ഈ മലങ്ങളുടെ ഉള്ളിൽ പെട്ടതുകൊണ്ട് അത് വേണ്ടവണ്ണം പ്രകാശിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യം ഈ 3 തരത്തിലുള്ള മലങ്ങളെ നീക്കം ചെയ്യുകയാണ് വേണ്ടത്. ഏതുപോലെ? മെഴുകിനെ ഉരുക്കി അകറ്റുന്നത് പോലെ. മലത്തുൾ മറൈന്തമയാൽ മെഴുകിർ കനകം കാൺ என்றார். അതുകൊണ്ടാണ് ആ ഉദാഹരണം അങ്ങനെ പറഞ്ഞത്. മെഴുകിൽ കനകം എന്ന് പറഞ്ഞാൽ മലങ്ങളോടുകൂടി ചേർന്ന് നിന്ന് പ്രകാശിക്കുന്ന ജ്ഞാനം. അതുകൊണ്ട് കാര്യമായ പ്രയോജനമില്ല എന്നാണ്. ആ സത്യത്തെ ശുദ്ധമായി വേർതിരിച്ചെടുക്കണം. എങ്ങനെ? ഈ മലത്തിൽ നിന്ന് ആ അറിവിനെ മുക്തമാക്കിയെടുക്കണം. അപ്പോൾ ആ മലത്തെ നീക്കാൻ, മുമ്മലങ്ങളെ നീക്കാനുള്ള ശ്രമമാണ് ഒരു സാധകൻ പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. മനസ്സിനെ അല്ലെങ്കിൽ ബുദ്ധിയെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് ആ പ്രക്രിയ. അതിൻ്റെ മലയാള വ്യാഖ്യാനം വായിക്കാം. ആണവം എന്ന് പറഞ്ഞാൽ അഹങ്കാരം, കർമ്മം, മായ, നിരോധം, മഹാമായ, ഇവയാണ് ജീവന്റെ പഞ്ചമലങ്ങൾ. പതിയായ ഈശ്വരന്റെ 5 തൊഴിലുകൾ സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അനുഗ്രഹം ഇവയാണ്. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി, തുര്യം, തുര്യാതീതം ഇവയാണ് 5 അവസ്ഥകൾ. സാധാരണ നമ്മൾ ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി 3 അവസ്ഥകളായി പറയത്തുള്ളൂ. സത്യം കണ്ടയാൾ ഈ 3 അവസ്ഥകളെയും അതിക്രമിക്കുന്നു. അതാണ് തുര്യം. അതിനും അടുത്ത ഒരു നിലയുണ്ട്, എന്നാണ് തുര്യാതീതം, കേവല ബ്രഹ്മമായി നിൽക്കുന്ന അവസ്ഥ. ഇങ്ങനെ എല്ലാം 5 വീതം. മലങ്ങൾ 5, ഈശ്വരന്റെ തൊഴിലുകൾ 5, അവസ്ഥകൾ 5. ജീവാത്മാക്കൾ പലതരത്തിൽ അവരുടെ കർമാനുസരണം അസംഖ്യമുണ്ട്. ഇങ്ങനെ ജീവനെയും ഈശ്വരനെയും ജീവനെ മറയ്ക്കുന്ന സംസാരമാകുന്ന പാശത്തെയും പറ്റി
നല്ല ബോധമുണ്ടായിരുന്നിട്ടും ജീവന്റെ കിഞ്ചിജ്ഞതയെ മാറ്റി, കിഞ്ചിജ്ഞത എന്ന് പറഞ്ഞാൽ അല്പജ്ഞാനം, അതിനെ മാറ്റി സർവജ്ഞത്വം വരുത്തി ഈ രണ്ടറിവും അരുളിൽ പുതച്ച് നിർവിഷയത്വത്താൽ പൂർണ്ണജ്ഞാനത്തിൽ നിൽക്കാൻ ജീവൻ വെമ്പൽ കൊള്ളുക എന്ന നിലയിൽ ചര്യാദികൾ മാത്രം അനുഷ്ഠിച്ച് അതിൽ നിന്നും നിവർത്തിക്കാതെ അതിൽ തന്നെ മുഴുകി ജീവിതകാലം മുഴുവൻ കഴിച്ചാൽ അത് മെഴുകിലകപ്പെട്ട പൊൻപൊടി പോലെ എന്ന് പറഞ്ഞാൽ സ്വർണത്തരി പോലെ മലത്രയത്തോട് ബന്ധിച്ചു നിൽക്കുന്നതിനേ ഇടയാകുന്നുള്ളൂ. മലത്തിൽ നിന്ന് മുക്തനാകാൻ ഈ ചര്യ തുടങ്ങിയ മാർഗങ്ങൾ സഹായിക്കുന്നില്ല. അറിവും കൂടെ വേണം. ആ ജ്ഞാന അഗ്നിയിലിട്ട് ഈ മലങ്ങളെ ഉരുക്കണം. ഉരുക്കുമ്പോൾ ആണവം, കർമ്മം, മായ, പിന്നെ ഇവിടെ പറഞ്ഞ നിരോധം, മഹാമായ, ഇങ്ങനെയുള്ള മലങ്ങളെല്ലാം നീങ്ങുകയും ശുദ്ധമായ അറിവ് പ്രകാശിക്കുകയും ചെയ്യും. അപ്പൊ ഇതൊരു നിരന്തരമായ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സാണ്, ശുദ്ധീകരിക്കൽ പ്രക്രിയ. ആ ശുദ്ധമായി പവിത്രമായി തീരണം നമ്മുടെ ബുദ്ധി. പിന്നെ എന്താണ് വേണ്ടതെന്നാൽ ഈ ചര്യാദികളെ ജന്മാന്തത്തോളം തുടരാതെ എന്ന് പറഞ്ഞാൽ ജീവിതാവസാനം വരെ ഈ സാധന എന്ന് പറഞ്ഞ് അവസാനം മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ എന്താ, എനിക്കിപ്പോ സാധന ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള വിഷമം. ഇതിനാണോ ഇത്രയും കാലം സാധന ചെയ്തത്? അവസാനം വിഷമിക്കാൻ. എത്ര ദയനീയമായൊരു അന്ത്യമാണെന്ന് നോക്കൂ അങ്ങനെയുള്ളവരുടെ കാര്യത്തിൽ സംഭവിക്കുന്നത്. ഈ ചര്യാദികളെ ജന്മാന്തത്തോളം തുടരാതെ അവയെ നിർത്തി ജ്ഞാനസമ്പാദനാർത്ഥം വേദാന്ത വിചാരമാർഗം അവലംബിച്ച് പശുത്വ പാശങ്ങളെ വിട്ട്, പശുത്വഭാവം എന്ന് പറഞ്ഞാൽ ജീവഭാവം, പാശം ബന്ധം, കർമ്മബന്ധം എന്നർത്ഥം, ഇവ രണ്ടിനെയും അകറ്റി പതിയെ തന്നെ അവലംബമാക്കിക്കൊള്ളേണ്ടതാണ്. സർവേശ്വരനെ തന്നെ ഉള്ളുകൊണ്ട് ശരണം പ്രാപിക്കണം. ആ പരമസത്യത്തെ തന്നെ സദാ ഉള്ളിൽ ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ദൈനംദിന കർമ്മങ്ങൾ ചെയ്യണം. അങ്ങനെ പതിയാകുന്ന അരുളിൻ്റെ പ്രബലമായ സഹായത്താൽ മുന്നോട്ട് കുതിച്ച് നിർവിഷയത്വം കൊണ്ട് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിന്ന് വിഷയചിന്തകളെല്ലാം നീങ്ങി ജ്ഞാനത്തിൽ മുഴുകി ജ്ഞാനാനന്ദം അനുഭവിക്കാൻ ജ്ഞാനസമാധി അഭ്യസിക്കുക തന്നെ വേണം. അതാണ് ജ്ഞാനസമാധി. പ്രാണായാമത്തിലൂടെ മറ്റും മനസ്സിൻ്റെ ചിത്തവൃത്തികളെ നിരോധിക്കുന്നത് ജ്ഞാനസമാധിയല്ല, അത് സമാധി തന്നെയാണ്. പക്ഷേ ആ സമാധിയെക്കാളും ശ്രേഷ്ഠമാണ് അറിവ് കൊണ്ട് നേടുന്ന ചിത്തവൃത്തി നിരോധം. അറിവിലൂടെ ഈ മനസ്സ് ചലിക്കാതെയാവും. എന്തുകൊണ്ട്? ചലിച്ചിട്ട് കാര്യമില്ല. ഒരു തത്വമേ ഉള്ളൂ ഇവിടെ. ഞാൻ എന്തിനോട് ബന്ധപ്പെടണം, ഞാൻ എന്തിനെ ആഗ്രഹിക്കണം, എന്തിനെ വെറുക്കണം, ഒന്നല്ലേ ഉള്ളൂ. അങ്ങനെ ആകുമ്പോൾ ആ മനസ്സിൻ്റെ ചാഞ്ചല്യങ്ങളൊക്കെ പതുക്കെ അറിവ് കൊണ്ട് ഉപശമിക്കും. അതാണ് ജ്ഞാനസമാധി. ആ ജ്ഞാനസമാധി അഭ്യസിക്കുക തന്നെ വേണം എന്നാണ് പറയുന്നത്. എന്നാൽ മാത്രമേ ബഹുജന്മാർജിതമായ കർമ്മരേണുക്കൾ ദഹിക്കുവാനും, കർമ്മരേണു, കർമ്മപ്പൊടികൾ, അത് പല പല ജന്മങ്ങളായി കുറച്ചായിട്ട് ആർജിച്ചതാണ്, അവയൊക്കെ കത്തിച്ചാമ്പലാകുവാനും തദ്വാര സംസാരത്തിൽ അറുതി കിട്ടി മുക്തിലാഭം ഉണ്ടാകുവാനും ഇടയുള്ളൂ. ആകയാൽ ചര്യാദികളുടെ ഫലമായ അന്തഃകരണ ശുദ്ധി ലഭിച്ചാലുടൻ ഈ ചര്യാക്രിയായോഗം 4 മാർഗത്തിലെ ആദ്യത്തെ 3 മാർഗം കൊണ്ട് ജ്ഞാനത്തിനുള്ള തയ്യാറെടുപ്പാണ് നടത്തുന്നത്. ഈ സാധന ചതുഷ്ടയ സമ്പത്ത് നമ്മൾ വിവേക ചൂടാമണിയിലൊക്കെ വായിക്കുന്നുണ്ടല്ലോ. എന്താണത്? തത്വവിചാരത്തിനുള്ള തയ്യാറെടുപ്പാണ്. ശ്രവണം, മനനം, നിധിധ്യാസനം, ധ്യാനം, അതില് ആ ശ്രവണത്തിന് തയ്യാറാക്കുന്നതാണ് ഈ സാധന ചതുഷ്ടയ സമ്പത്ത്. വൈരാഗ്യം, വിവേകം, ശമം, ദമം തുടങ്ങിയ 6 ഗുണങ്ങൾ, മോക്ഷം വേണം എന്നുള്ള ആഗ്രഹം, ഈ 4 എണ്ണം ഒരു ബ്രഹ്മനിഷ്ഠനായ ആചാര്യനിൽ നിന്ന് തത്വത്തെ ഗ്രഹിക്കാനുള്ള ആദ്യപടിയാണ്. അപ്പോൾ നമ്മൾ എന്നും ഈ കർമാനുഷ്ഠാനത്തിൽ വ്യാപൃതരായാൽ, കർമാനുഷ്ഠാനം കൊണ്ട് എന്താ ഉണ്ടാകുന്നത്? ചിത്തശുദ്ധി. ആ ചിത്തശുദ്ധി എന്തിനു വേണ്ടി? ഗുരു പറയുന്ന സൂക്ഷ്മമായ ആത്മതത്വത്തെ ഗ്രഹിക്കാനുള്ള കഴിവ് നേടാൻ വേണ്ടി. അപ്പോൾ ഓരോന്നിൻ്റെയും മഹത്വവും പരിമിതികളും നമ്മൾ മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മുടെ ജീവിതം പാഴായി പോകും. അങ്ങനെ ഒരു ദുർഗതി ആർക്കും വരരുത്. ജ്ഞാനമാണ് ലക്ഷ്യം. ആ ജ്ഞാനത്തിനുള്ള തയ്യാറെടുപ്പാണ് ചിത്തത്തെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് കർമ്മങ്ങൾ കൊണ്ട് നമുക്ക് പരമാവധി നേടാൻ പറ്റുന്ന ലാഭം. ചിത്തശുദ്ധി നേടിക്കഴിഞ്ഞാൽ പിന്നെ അതും ഇതൊന്നും ചെയ്തുകൊണ്ടിരിക്കരുത്. നേരെ തത്വശ്രവണത്തിലേക്ക് വരണം. തുടർന്ന് മനനം, നിധിധ്യാസനം, ധ്യാനം
തുടങ്ങിയ ഘട്ടങ്ങളിലൂടെ കടന്നു പോവുകയും വേണം. ആകയാൽ ചര്യാദികളുടെ ഫലമായ അന്ധഃകരണ ശുദ്ധി ലഭിച്ചാലുടൻ ആ വക ചര്യാദികളെ തുടർന്നു കൊണ്ടുപോകുന്നത് ശരിയല്ലെന്നും അവയെ നിർത്തി ജ്ഞാനസമ്പാദനത്തിന് വിചാരമാർഗവും ആ വഴി ധ്യാന സമാധി പരിശീലനവും ഒരു തീവ്ര പക്വന് അത്യന്തം ആവശ്യമാണെന്നും ഈ തിരുവെൺപ അറിയിക്കുന്നു. അതായത് നമ്മൾ ഒരു കർമ്മം ചെയ്യുമ്പോൾ, ഒരു അനുഷ്ഠാനം സാധന ചെയ്യുമ്പോൾ അത് എന്തിന് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ നമ്മുടെ ഉള്ളിലുണ്ടാവണം. പലർക്കും ആ ധാരണ ഇല്ല എന്നുള്ളതാണ് ഒരു ദുഃഖ സത്യം. നിങ്ങൾ എന്തിനാണ് ഇത് ചെയ്യുന്നത്? അത് ഈശ്വര കൃപയ്ക്ക്, അതുമല്ലെങ്കിൽ മോക്ഷത്തിന്, ഇങ്ങനെ എന്തെങ്കിലും പറയും. എന്തിനാണ് ഈ കർമാനുഷ്ഠാനം? ഇത് മറ്റൊന്നിലേക്കുള്ള ചുവടുവയ്പ്പാണ്, ജ്ഞാനത്തിലേക്ക് കടക്കാനുള്ള ഒരു തയ്യാറെടുപ്പാണ്. ഇത് കടന്നാലേ ശ്രവണം തുടങ്ങിയ ഘട്ടങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാൻ പറ്റൂ, അങ്ങനെ മുകളിലേക്ക് കയറിപ്പോകാൻ പറ്റൂ. അതുകൊണ്ട് ചര്യ ഒക്കെ നല്ലത് തന്നെ. പക്ഷേ ചിത്തം ശുദ്ധമായി കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ ചോദിക്കും, ചിത്തം ശുദ്ധമായെന്ന് ഞാൻ എങ്ങനെ അറിയും? സ്കാൻ ചെയ്ത് നോക്കി അറിയാൻ പറ്റുമോ മനസ്സ് ശുദ്ധമായി എന്ന്? ചിത്തശുദ്ധി നേടി CT സ്കാനോ അൾട്രാസൗണ്ടോ MRI എന്തൊക്കെയോ ഉണ്ടല്ലോ, അതുകൊണ്ടൊന്നും അറിയാൻ പറ്റില്ല. ചിത്തശുദ്ധിയുടെ ലക്ഷണം വിരക്തി. അതിൽ കവിഞ്ഞ്, അതിന് മുകളിലും ഇല്ല താഴെയും ഇല്ല. നിങ്ങൾക്ക് വിഷയങ്ങളിലുള്ള കമ്പം കുറയുന്നുണ്ടോ? അത് കാണണം, ഇത് കാണണം, അങ്ങോട്ടോടണം, ഇങ്ങോട്ടോടണം, അത് ഭക്ഷിക്കണം, ഇത് ഭക്ഷിക്കണം, ഇന്ദ്രിയ പ്രീതിക്ക് വേണ്ടി ഓടി നടക്കുന്ന സ്വഭാവം ഉള്ളിൽ ഉപശമിച്ചുവോ? ഉപശമിച്ചാൽ നിങ്ങളുടെ ചിത്തം ശുദ്ധമായി എന്നർത്ഥം. ചിത്തം ശുദ്ധമായി കഴിഞ്ഞാൽ പിന്നെ ഈ സാധനകളെയൊക്കെ നമുക്ക് വേണ്ട എന്ന് മാറ്റിവെക്കാം. എന്നിട്ട് വിചാരത്തിലേക്ക് കൂടുതൽ ശുഷ്കാന്തിയോടുകൂടെ, ഉത്സാഹത്തോടെ, വീറും വാശിയോടും കൂടെ പ്രവേശിക്കാം. അല്ലാതെ ജീവിതം മുഴുവൻ ഞാൻ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഒരു മന്ത്രജപമാണെന്ന് വിചാരിക്കൂ. 9 വയസ്സിലോ 10 വയസ്സിലോ തുടങ്ങി, ഇപ്പൊ എത്ര വയസ്സായി? 75, 65 കൊല്ലം. അങ്ങ് എന്താണ് നേടിയത്? അല്ല, ഞാൻ കുറേ ആവർത്തി ജപിച്ചു, നല്ലത് തന്നെ. കുറഞ്ഞ പക്ഷം ആ സമയത്ത് ലൗകിക കാര്യങ്ങളൊന്നും ചെയ്തില്ലല്ലോ, അത് മാത്രമാണ് പ്രയോജനം. ആ സമയം ജപിച്ചില്ലായിരുന്നുവെങ്കിൽ വേറെ എന്തെങ്കിലും ലൗകിക കാര്യങ്ങളിൽ വ്യാപരിച്ചേനെ ആ മനസ്സ്. അതില്ലല്ലോ. അപ്പൊ അതൊരു പ്രിവെന്റീവ് മെഷർ മാത്രമേ ആയിട്ടുള്ളൂ. മോശമായ ഒന്നിലേക്ക് പോകാതിരിക്കാൻ അത് സഹായിച്ചു. നമ്മുടെ ചോദ്യം അതല്ല, നന്മയിലേക്ക് നിങ്ങൾ എത്ര പടവുകൾ കയറി? ഇതാണ് ചോദ്യം. എത്ര പടി നിങ്ങൾ ജ്ഞാനത്തിലേക്ക് കയറി? തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കുന്നു എന്നുള്ളത് ഒരു പ്രയോജനമാണ്. പക്ഷേ ആ തിന്മയിൽ നിന്നുള്ള വിട്ടുനിൽപ്പ് ജ്ഞാനത്തിലേക്കുള്ള പടികയറ്റത്തിന് വേണ്ടിയാണ്. അതിൽ എത്ര സ്റ്റെപ്പ് പോയി? യോഗഭൂമികൾ, 7 ജ്ഞാനഭൂമികൾ ഉണ്ടല്ലോ. ശുഭേച്ഛ വിചാരണ. ശുഭേച്ഛയുണ്ടായോ? എന്താണ് ശുഭേച്ഛ? എൻ്റെ ജീവിത ലക്ഷ്യം മോക്ഷം നേടുക എന്നതാണ്. അങ്ങനെ ഒരു വിചാരമുണ്ടോ? ഇല്ല. അതൊന്നും, അത് മരിച്ചതിന് ശേഷം എന്തോ നേടുന്നതല്ലേ ഈ മോക്ഷം. ഇങ്ങനെയൊക്കെ വിചാരിച്ചിരുന്ന എന്ത് ചെയ്യും? അതാണ് പറയുന്നത്, കാര്യമറിയാതെ അന്ധമായി ഒരു സാധനയും ചെയ്യരുത്. ചെയ്താലുള്ള ദോഷം ആ സാധന തന്നെ വാസനയായി നമ്മെ ബന്ധിക്കും. അവസാനം എന്ത് പറ്റുമെന്നറിയാമോ? നിരന്തരം നമ്മൾ ശീലിക്കുന്നു, എന്തിനു ചെയ്യുന്നു എന്നറിയാതെ, വേണ്ടവണ്ണമുള്ള വീണ്ടും വിചാരമില്ലാതെ ചെയ്തുകൊണ്ട് വരുന്നു. അവസാനം അത് മനസ്സിന്റെ തന്നെ ഒരു സ്വഭാവമായി തീരും. എന്താണ് മനസ്സിന്റെ സ്വഭാവം? അത് നല്ലതല്ലേ? നല്ലത് തന്നെ, നല്ലതാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ അത് നമ്മെ ബന്ധിക്കുന്നു എന്ന് വരികിൽ അതെങ്ങനെ നല്ലതാവും? അതെങ്ങനെ നമ്മെ ബന്ധത്തിൽ നിന്ന് മുക്തനാക്കും? അത് ബന്ധിക്കുന്നു എന്ന് എങ്ങനെ അറിയാം? എപ്പോഴെങ്കിലും നമ്മുടെ ആ സാധനാനുഷ്ഠാനത്തിന് ഒരു വിഘ്നം വന്നാൽ മനസ്സ് വല്ലാതെ പെടയും. ഇത് തന്നെയാണ് അത് ബന്ധകാരണമായി എന്നുള്ളതിൻ്റെ തെളിവ്. സാധന എന്തിനാണ്? മനസ്സിന്റെ പെടച്ചിൽ മാറ്റാൻ, മനസ്സ് അസ്വസ്ഥമാകാതിരിക്കാൻ. ഇപ്പോൾ അസ്വസ്ഥതയുണ്ടെങ്കിൽ ആ അസ്വസ്ഥതയിൽ നിന്ന് മുക്തമാക്കാനാണ് ഈ സാധനാനുഷ്ഠാനങ്ങൾ. പക്ഷേ എന്തൊരു വൈചിത്ര്യം ഒന്ന് നോക്കൂ. ഈ സാധനാനുഷ്ഠാനം തന്നെ നമ്മുടെ മനസ്സിനെ ചലിപ്പിക്കുന്നു. എങ്ങനെ? അത് ചെയ്യാൻ പറ്റാതെ വന്നാൽ മനസ്സ് പിടയ്ക്കുന്നു. ഇത് ഏതുപോലെയെന്നറിയാമോ? നമുക്ക് എന്തെങ്കിലും ഒരു ദുശ്ശീലം ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ദുശ്ശീലത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ വേണ്ടി ഡോക്ടർ വേറൊരു മാർഗം നിർദ്ദേശിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന്, എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, ഇപ്പോഴും കൂട്ടുകാരൻ തന്നെയാണ്. ആ കൂട്ടുകാരൻ്റെ അച്ഛൻ ഭയങ്കര മുറുക്കാനിടുന്ന ആളാണ്. എപ്പോൾ നോക്കിയാലും ബാക്കിയകത്ത് മുറുക്കാൻ എന്ന് പറഞ്ഞാൽ പാക്കും ചുണ്ണാമ്പും കൂടെ ഇട്ടുള്ള മുറുക്കാണ്. വെറ്റില, പാക്ക്, ചുണ്ണാമ്പ്
ചിലര് ചുണ്ണാമ്പ് ചേർക്കില്ല. ഇത് എന്ന് പറഞ്ഞാൽ അതിലൊരു ആസക്തി, അതിലൊരു രസം കയറിപ്പോയി ഈ മുറുക്കാനിടുന്നതിൽ. അപ്പൊ ആരോ പറഞ്ഞു, ഡോക്ടറാണോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പരിചയക്കാരനാണോ, ഈ എപ്പോഴാണോ മുറുക്കണമെന്ന് തോന്നുന്നത്, അമിതമായ ആഗ്രഹം ഉള്ളിൽ വരുന്നത്, അപ്പൊ ഈ ഒരു മുട്ടായി ഉണ്ടല്ലോ, പോളോ എന്ന് പറഞ്ഞിട്ട്, പോളോ നടുക്ക് ദ്വാരമുള്ള, ദ മിന്റ് വിത്ത് ദ ഹോൾ, ആ പോളോ എന്ന് പറയുന്ന സാധനം അതൊരു 2 മുട്ടായി എടുത്ത് ബാക്കിയകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഈ മുറുക്കണം എന്നുള്ള ഒരു തീവ്രമായ ആഗ്രഹം ഉണ്ടാവില്ല. അങ്ങനെ പതുക്കെ പതുക്കെ നമുക്ക് ആ മുറുക്കാൻ ഇടുന്ന ദുശീലത്തിൽ നിന്നും രക്ഷപ്പെടാമെന്ന് പറഞ്ഞു. പക്ഷെ സംഭവിച്ചത് എന്തെന്നറിയാമോ? പോളോ ഒക്കെ അഡിക്റ്റ് ആയി മാറിയത്. പോളോ തിന്നില്ലെങ്കിൽ വയ്യാ, പോളോ വാങ്ങിച്ചോണ്ട് അപ്പൊ മുറുക്കാൻ പോയിട്ട് ഇപ്പൊ പോളോ തിന്നണമെന്ന്. മുറുക്കാനിലുള്ള വാസന വിടാനാണ് പോളോ തിന്നാൻ പറഞ്ഞത്. ഇപ്പൊ വാസന മുറുക്കാനിൽ നിന്നും പോളോയിലേക്ക് ചാടി. ഇതുപോലെ ആവരുത് നമ്മുടെ സാധനാനുഷ്ഠാനം. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ് അത് മാത്രമേ ഉള്ളൂ. ബാലകൃഷ്ണൻ നായർ സാറിന്റെ കൂടെ നമ്മുടെ ശർമാജി ഒരിക്കൽ പോയി, പാലക്കാടോ കോഴിക്കോടോ കണ്ടാണ്. അപ്പോൾ രാവിലെ എണീറ്റ് പുള്ളി സന്ധ്യാവന്തനം ചെയ്യും. സന്ധ്യാവന്തനം ചെയ്യുമ്പോൾ സാറ് നേരത്തെ എണീക്ക്, സാറിങ്ങനെ നോയിക്കൊണ്ടിരിക്കും. ഒരു ദിവസം പറഞ്ഞു എന്ന്, ശർമ്മേ, സന്ധ്യാവന്തനമൊക്കെ വളരെ നല്ലതാണ്, വാസനയാകാതെ സൂക്ഷിച്ചു കൊള്ളണം. പലരും ഇതൊന്നും സമ്മതിച്ചു തരില്ല. ഈ സന്ധ്യാവന്തനം വളരെ ശ്രേഷ്ഠമായ വൈദിക കർമ്മമല്ലേ? ആണ്, അല്ലെന്നാര് പറഞ്ഞു? പക്ഷേ വൈദിക കർമ്മങ്ങൾ പോലും അന്ധമായി അനുവർത്തിച്ചാൽ, അത് ചെയ്താൽ, വളരെ കാലം അനുഷ്ഠിച്ചാൽ അത് വാസനയായി മാറാനുള്ള സാധ്യതയുണ്ട് എന്നും കൂടി മനസ്സിലാക്കുക. അതുകൊണ്ട് എന്താ, എന്ത് കർമ്മം വേണമെങ്കിലും നിങ്ങൾ ചെയ്തോളൂ, വൈദികമോ ലൗകികമോ എന്ത് വേണമെങ്കിലും. എന്തിന്? നമ്മൾ ഈ ചെയ്യുന്ന ശ്രവണമുണ്ടല്ലോ, തത്വശ്രവണം, ഇതുപോലും വാസനയാകാതെ നോക്കിക്കൊള്ളണം. എന്താ, ഒരു ദിവസം ഇവിടെ വരാൻ പറ്റിയില്ല, അയ്യോ ഞാൻ ഇതുവരെ മുടക്കിയില്ല, ഇന്ന് എനിക്ക് പോകാൻ പറ്റാതായി പോയി, വലിയ കഷ്ടമായി പോയി, ദൈവം എനിക്ക് ഇങ്ങനെ ഞാൻ ഒരു മുമുക്ഷുവാണ്, എനിക്കിങ്ങനെ വിഘ്നം ഉണ്ടാക്കുന്നല്ലോ ദൈവം, അദ്ദേഹത്തെ അറിയാനല്ലേ ഞാൻ അവിടെ ചെന്നിരിക്കുന്നത്, എന്തിനാ അങ്ങനെ ഒരു ബുദ്ധിമുട്ട്? ഒരു ദിവസം വരാൻ പറ്റിയില്ലേ, വേണ്ട, അടുത്ത ദിവസം വരൂ, പറ്റുമെങ്കിൽ. അന്നും അസൗകര്യമാണോ? എന്ന് സൗകര്യപ്പെടുമോ അന്ന് വരൂ. അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ എല്ലാറ്റിലും ഒരു അയവ് വേണം കേട്ടോ. ഒരിടത്തും മസില് പിടിത്തം, മുറുകെ പിടിത്തം ഒന്നിലും പാടില്ല. പക്ഷേ നമ്മൾ മുറുകെ പിടിക്കുന്നതല്ല, നമ്മുടെ മനസ്സാണ് അതിൽ കയറി മുറുകി പിടിക്കുന്നത്. ആ മുറുകെ പിടിക്കലിനെയാണ് വാസന എന്ന് പറയുന്നത്. അത് കടുത്ത ബന്ധത്തെ സൃഷ്ടിക്കും. അതുകൊണ്ട് എന്ത് തന്നെ ചെയ്താലും നിർബന്ധ ബുദ്ധി ഇല്ലാതെ ചെയ്യും. അതുകൊണ്ട് ആത്മാർത്ഥതയ്ക്ക് കുറവ് വരുത്തണമെന്നല്ല. വേറെന്തെങ്കിലും ജോലി അതിപ്പോ മാറ്റി വെക്കാം, അതിന് പോയിട്ട് സാധനയെ അതിനു വേണ്ടി ബലി കഴിക്കരുത്. സാധനയ്ക്ക് പരമപ്രാധാന്യം കൊടുക്കൂ. പക്ഷേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിനെ ഓർത്ത് ദുഃഖിക്കരുത്. സാധന ചെയ്യാതിരിക്കുക എന്നുള്ളത് ഒരു ദുഃഖ കാരണമായി തീരരുത്. എന്തു തന്നെയായാലും നമ്മൾ സന്ധ്യാവന്തനത്തെയും പൂജയും മാത്രമല്ല, നമ്മൾ ഈ ചെയ്യുന്ന ശ്രവണം മനനം ഉണ്ടല്ലോ, എല്ലാറ്റിനും ഇത് ബാധകമാണ്. ശ്രവണവും മനനവും സൂക്ഷ്മമായ തലത്തിലുള്ള കർമ്മങ്ങളാണ്. പൂജയും ജപവും ഒക്കെ സ്ഥൂലമായ തലത്തിലുള്ള കർമ്മങ്ങളാണ്. കർമ്മം സ്ഥൂലമായാലും സൂക്ഷ്മമായാലും നമ്മെ ബന്ധിക്കാൻ അനുവദിക്കരുത്. അതിന് വളരെയേറെ കരുതലാണ് ആവശ്യമായിട്ടുള്ളത്. ശ്രദ്ധ വേണം. കരുതലോടെ ഞാൻ ചെയ്യുന്ന ഈ കർമ്മം എന്നെ ഏതെങ്കിലും തരത്തിൽ ബന്ധിക്കുന്നുണ്ടോ എന്ന് കൂടെ ആത്മപരിശോധന ചെയ്യണം. ഇനി നമുക്ക് അടുത്ത പദ്യത്തിലേക്ക് കടക്കാം. വാദിപടത്തിനമുമാമരുത്തുവൻ പിണിയും സാദിത്ത വീരന്മേറ്റമ്പലമും തീത് അതുപോൽ ജ്ഞാനത്തിൽ ഇൻപൈ നശിപ്പിത്ത് ഞാൻ അതുവാം ഊനത്തെ യാരൊഴിവിപ്പോർ. വാദി വടത്തിനമും, വാദി എന്ന് പറഞ്ഞാൽ മലയാളത്തിലുള്ള വാദി പ്രതി എന്നുള്ള അർത്ഥമല്ല. ഞാൻ എന്തിനാണ് അതിൻ്റെ ശരിയായ അർത്ഥം അല്ലാത്ത മറ്റൊരർത്ഥത്തെ പറയുന്നതെന്ന് പറഞ്ഞാൽ, നമുക്ക് പെട്ടെന്ന് വാദി എന്ന് പറഞ്ഞാൽ ഒരു കേസിലെ വാദി എന്നുള്ള അർത്ഥത്തിൽ നമ്മുടെ മനസ്സ് അങ്ങനെയാണ് ചിന്തിക്കുക. ഇവിടെ വാദി എന്ന് പറഞ്ഞാൽ രസവാദം ചെയ്യുന്നയാൾ. രസവാദം എന്ന് പറഞ്ഞാൽ എന്താ? ഇരുമ്പ്, ചെമ്പ് തുടങ്ങിയ വില കുറഞ്ഞ ലോഹങ്ങളെ സ്വർണമോ വെള്ളിയോ ആക്കി മാറ്റുന്ന ഒരു വിദ്യയാണ് രസവാദം. അതൊക്കെ അറിയാവുന്ന ആൾക്കാർ പണ്ടുണ്ടായിരുന്നു. അതെങ്ങനെയാ സ്വർണമാക്കി മാറ്റുന്നത്? അതിനുള്ള വിദ്യ നമ്മുടെ ഭാരതത്തിലുണ്ടായിരുന്നു, വിദേശങ്ങളിലും ഉണ്ടായിരുന്നു.
അൽക്കമി എന്നാണ് ഇംഗ്ലീഷിൽ തന്നെ പറയുന്നത്. അൽക്കമി, രസവാദം. ഇവിടെ വാദി എന്ന് പറഞ്ഞാൽ ഈ രസവാദ വിദ്യ അറിയാവുന്ന ആളെന്നർത്ഥം. വാദി വടത്തിനമും, വടത്തിനം എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം എന്നാണ് അർത്ഥം. അതായത് രസവാദ വിദ്യ നല്ലതുപോലെ അറിയാവുന്ന ഒരാൾക്ക് ദാരിദ്ര്യമുണ്ടെന്ന് വിചാരിക്കുക, അതെങ്ങനെ യോജിക്കും? രസവാദം അറിയാവുന്നവന് ദാരിദ്ര്യം എങ്ങനെ ഉണ്ടാവും? അയാൾക്ക് ഒരു ഇരുമ്പ് കഷണമോ ചെമ്പ് കഷണമോ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ അനായാസേന അയാൾക്ക് സ്വർണമോ വെള്ളിയോ ആക്കി മാറ്റാൻ പറ്റില്ലേ? പിന്നെ എങ്ങനെ അയാൾ ദരിദ്രനായി തുടരും? പക്ഷേ ഒരു രസവാദി ദരിദ്രനാണ് എന്ന് പറഞ്ഞാൽ അവിടെ പൊരുത്തക്കേടില്ലേ? എന്ന് പറഞ്ഞാൽ എന്താ? അയാൾക്ക് ശരിക്കും രസവാദം അറിയില്ല എന്നല്ലേ അതിന്റെ അർത്ഥം? രസവാദം അറിയുന്ന ഒരാൾ സമ്പന്നനായിട്ടല്ലേ നിലകൊള്ളുകയുള്ളൂ. അയാൾക്ക് ഒരിക്കലും ദാരിദ്ര്യം ബാധിക്കാൻ പാടില്ലല്ലോ. ഇതുപോലെ പൊരുത്തപ്പെടാത്ത കാര്യങ്ങളെയാണ് പറയുന്നത്. എന്തിന്? വേറൊരു കാര്യം പറയാനാണ്. എത്ര ഉദാഹരണം പറയുന്നു നോക്കൂ. വാദി വടത്തിനമും, രസവാദം അറിയാവുന്നവന്റെ ദാരിദ്ര്യവും. മരുത്തുവൻ പിണിയും. മരുത്തുവൻ എന്ന് പറഞ്ഞാൽ വൈദ്യൻ, ഡോക്ടർ. മരുത്തുവൻ പ്രഗത്ഭനായ ഡോക്ടർ, സ്പെഷ്യലിസ്റ്റ് എന്ന് വിചാരിക്കൂ. സ്പെഷ്യലിസ്റ്റിന് ഒരു അസുഖം വന്നു, അതായത് മറ്റുള്ളവരുടെ അസുഖം മാറ്റാൻ കഴിയുന്ന ഒരാൾ, ഒരു ഫേമസ് കാർഡിയോളജിസ്റ്റ് ആണ് അല്ലെങ്കിൽ ന്യൂറോളജിസ്റ്റ് ആണെന്ന് വിചാരിക്കുക. അയാളുടെ വീട്ടിൽ അയാളുടെ കുഞ്ഞിന് ന്യൂറോളജിക്കൽ ഡിസോർഡർ ഉണ്ട്, തലച്ചോറിന്റെ പ്രവർത്തനം മന്ദമായിരിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോ ആ ന്യൂറോളജിസ്റ്റിന്റെ കഴിവിൽ നമ്മൾ സംശയിക്കില്ലേ? കാരണം മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ തീർക്കുന്നയാളാണ്. അയാൾക്ക് സ്വന്തം വീട്ടിലുള്ള പ്രശ്നം തീർക്കാൻ കഴിയുന്നില്ല എന്ന് വരികിൽ അയാൾക്ക് ആ വിദ്യ അറിവില്ല, അല്ലെങ്കിൽ അതിൽ വേണ്ടത്ര പ്രാഗൽഭ്യമില്ല എന്ന് കരുതാൻ നാം നിർബന്ധിതരാവില്ലേ? ഇവിടെ അതാണ് പറയുന്നത്. മരുത്തുവൻ പിണിയും. പിണി എന്ന് പറഞ്ഞാൽ രോഗം. മഹാവൈദ്യൻ, പലരുടെയും അസുഖം മാറ്റുന്നവൻ. പക്ഷേ അയാൾക്ക് ഒരു മഹാവ്യാധി. എന്തുകൊണ്ട് അയാൾക്ക് സ്വയം ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്നില്ല? അപ്പോ അയാളുടെ ആ വൈദ്യജ്ഞാനത്തെ നമുക്ക് സംശയിക്കേണ്ടി വരില്ലേ എന്നാണ്. ഇവ തമ്മിൽ പൊരുത്തപ്പെടില്ലല്ലോ എന്നാണ്. ആദ്യം പറഞ്ഞത് രസവാദം അറിയാവുന്നവന്റെ ദാരിദ്ര്യം. രണ്ടാമത് ഇപ്പൊ പറഞ്ഞത് ഒരു വൈദ്യനും അയാളുടെ ശരീരത്തിലുള്ള ഒരു രോഗവും. ഇനി എന്താ? സാദിത്ത വീരൻ മേറ്റമ്പലമും. അതിനെ സാദിത്ത വീരൻ മേൽ തമ്പലമും എന്ന് സന്ധി പിരിക്കണം. തമ്പലം എന്ന് പറഞ്ഞാൽ താമ്പൂലം എന്ന് നമ്മൾ പറയുന്നില്ലേ, അതിനെ ചുരുക്കിയാണ് തമ്പലം. താമ്പൂലം എന്ന് പറഞ്ഞാൽ വെറ്റില, പാക്ക് എല്ലാം കൂടെ മുറുക്കാൻ നാലും കൂട്ടി മുറുക്കുക എന്നൊരു ചൊല്ലുണ്ട്. വെറ്റില, പാക്ക്, ചുണ്ണാമ്പ്, പുകയില, നാലെണ്ണം. അടുത്ത ഉദാഹരണം എന്താ? സാദിത്ത വീരന്മേൽ തമ്പലമും. ഒരു മഹാവീരൻ, അയാള് ഒരു യുദ്ധത്തിൽ ജയിച്ച് വിജയശ്രീലാളിതനായി സ്വന്തം നാട്ടിലേക്ക് വരുന്നു. പക്ഷേ അയാളുടെ ഷർട്ടിൽ അല്ലെങ്കിൽ അയാളുടെ കുപ്പായത്തിന്റെ പുറത്ത് ആരോ മുറുക്കി തുപ്പിയിട്ടുണ്ട്. ഈ ചിഹ്നവും അയാളുടെ വീര്യവും തമ്മിൽ പൊരുത്തപ്പെടുവോ? ആരെയാ ആൾക്കാർ മുറുക്കി തുപ്പുന്നത്? ഒന്നിനും കൊള്ളാതെ പോയി തോറ്റിട്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടല്ലേ മുറുക്കി തുപ്പുക അയാളുടെ പുറത്ത്? അപ്പൊ ഇയാള് ജയിച്ചു വന്നിട്ടുണ്ട്, ഒരു മഹായുദ്ധം ജയിച്ച് വന്നിരിക്കുകയാണ്. പക്ഷെ അയാളുടെ ഷർട്ടിൽ അല്ലെങ്കിൽ അയാളുടെ കുപ്പായത്തിൽ, ആ പടച്ചട്ടയിൽ മുറുക്കാന്റെ അംശം ആരോ മുറുക്കി തുപ്പിയതിന്റെ അംശം അയാളുടെ പടച്ചട്ടയിലുണ്ടെങ്കിൽ അയാളുടെ വീര്യം സംശയാസ്പദമല്ലേ? കാരണം ശരിക്കും അയാൾ ജേതാവായിരുന്നുവെങ്കിൽ ആൾക്കാര് പല്ലക്കിലോ ആനപ്പുറത്തോ കയറ്റി അയാളെ സ്വീകരിക്കില്ലായിരുന്നോ? ഈ പാട് എങ്ങനെ വന്നു? ഈ മുറുക്കി തുപ്പിയ പാട് ആരോ മുറുക്കി തുപ്പിയതാണ്. അപ്പൊ ഇവൻ യഥാർത്ഥത്തിൽ യുദ്ധം ജയിച്ചു വന്നവനാണോ? ഇവൻ വീരനാണോ എന്ന് സംശയം വരില്ലേ? ഇപ്പൊ 3 ഉദാഹരണമായി. തീത്, ഇത് 3ഉം മോശം, നല്ലതല്ല, ചേർന്നതല്ല, അവരവരുടെ അറിവിനും പ്രൗഢിക്കും ചേർന്നതല്ല. ആദ്യത്തെ എന്താണ്? രസവാദിക്ക് ചേർന്നതല്ല അയാളുടെ ദാരിദ്ര്യം. ഒരു മഹാവൈദ്യന് ചേർന്നതല്ല അയാളുടെ ശരീരത്തിലുള്ള ഒരു രോഗം. ഒരു വീരന് ചേർന്നതല്ല അയാളുടെ ഷർട്ടിലുള്ള മുറുക്കാന്റെ പാട്, ആരോ മുറുക്കി തുപ്പിയതിന്റെ ആ വെറ്റിലക്കറ അല്ലെങ്കിൽ പുകയിലക്കറ. തീത്, ഇത് മോശമാണ്, അപകീർത്തി ഉണ്ടാക്കുന്നതാണ് എന്നർത്ഥം. ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇനി വരുന്നതേ ഉള്ളൂ. അതുപോലെ ജ്ഞാനത്തിൽ ഇൻപൈ നശിപ്പിത്ത്, ജ്ഞാനത്തിൽ ഇൻപൈ
ഇൻപ എന്ന് പറഞ്ഞാൽ ഇമ്പം, ഇൻപം, സന്തോഷം എന്നർത്ഥം. ജ്ഞാനത്തിൽ ഇൻപൈ നശിപ്പിത്ത് എന്ന് പറഞ്ഞാൽ ജ്ഞാനം കൊണ്ട് നേടേണ്ട ആനന്ദത്തെ വേറെ പലതും ചെയ്ത്, പല കർമ്മവും ചെയ്ത് നശിപ്പിച്ച്. ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജ്ഞാനം കൊണ്ട് നേടേണ്ടതായ ആ ആനന്ദസ്ഥിതിയെ കർമ്മം കൊണ്ട് നേടിക്കളയാമെന്ന് വിചാരിക്കുന്നു. ആ ചെയ്യുന്ന കർമ്മമുണ്ടല്ലോ, നിരന്തരമായ ആനന്ദത്തിന് വേണ്ടി ലൗകികന്മാർ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങൾ തന്നെ അവരുടെ സ്വരൂപമായ ആനന്ദത്തെ നശിപ്പിക്കുന്നു. അതാണ് ജ്ഞാനത്തിൽ ഇൻപൈ നശിപ്പിത്ത് നാൻ അതുവാം ഊനത്തൈ. നാൻ അതുവാം, ഐ ആം ദാറ്റ്, ഞാൻ ബ്രഹ്മമാണ്. നാൻ അതുവാം, ഞാൻ അതാണ് എന്നുള്ള ഊനത്തൈ, അത് സാക്ഷാത്കരിച്ചതിന് ശേഷം പറഞ്ഞാൽ അത് ശോഭിക്കും. ഒരാൾ വെറുതെ ഞാൻ ബ്രഹ്മമാണ്, ഞാൻ ഈശ്വരനാണ്, ഹിരണ്യകശിപുവും പറഞ്ഞുകൊണ്ടിരുന്നു ഞാനാണ് ഭഗവാൻ, എല്ലാവരും മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നത് വിട്ടിട്ട് ഇന്ന് മുതൽ എന്നെ ആരാധിക്കണം. പക്ഷെ സ്വന്തം മകൻ മാത്രം കേട്ടില്ല പ്രഹ്ലാദൻ. എല്ലായിടത്തും എവിടെയെങ്കിലുമൊക്കെ മുള്ളോ ഈ പുത്തരിയിൽ കല്ല് കടിക്കുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ കാണും സ്വസ്ഥത നശിപ്പിക്കാനേ. ബാക്കി എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവും, മകൻ താൻ തോന്നിയും തെമ്മാടിയുമായിരിക്കും. എന്ത് ചെയ്യാൻ പറ്റും? വേണ്ടത്ര പണമുണ്ട്. ഇനി വലിയ വലിയ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ മകൻ ഗൂണ്ടാ സംഘത്തിലെ അംഗമായ എന്തായിരിക്കും സംഭവിക്കുക? ആ അച്ഛന് തലയുയർത്തി നാട്ടിലൂടെ നടക്കാൻ പറ്റും. സാധാരണ ഒരു ഗൂണ്ടാ മകൻ തന്നെ ഉണ്ടായാൽ ആൾക്കാരുടെ ശകാരവും അവരുടെ വെറുപ്പോട് കൂടിയുള്ള നോട്ടവും ഒക്കെ സഹിക്കേണ്ടി വരും. അപ്പോൾ ഒരു ഉന്നത നിലയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്റെ മകനാണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ ഞാൻ അതുവാം ഊനത്തെ. ഊനം എന്ന് പറഞ്ഞാൽ വൈകല്യം, കുറവ്, അംഗവൈകല്യം, അതാണ് ഊനം. തമിഴ്നാട്ടിലൊക്കെ ബസ്സിൽ ചെന്ന് കഴിഞ്ഞാൽ, നമ്മളിവിടെ ബസ്സിൽ വികലാംഗർ, ഇപ്പോഴങ്ങനെ പറയാൻ പാടില്ല എന്നാണ്, ഡിഫറൻ്റ്ലി ഏബിൾഡ്, അതിന് ഭിന്നശേഷിയുള്ളവർ എന്നാണ്. വികലാംഗൻ എന്നുള്ള വാക്കൊന്നും ഇപ്പം പ്രയോഗിക്കരുത്. അവരെ അത് കൊണ്ടുപോയി കേസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പുറത്ത് കേസെടുക്കും, അയാളെ അധിക്ഷേപിച്ചതിന്, അയാളെ അപമാനിച്ചതിന്. ഭിന്നശേഷിയുള്ളവർ എന്നാണ്, ഡിഫറൻ്റ്ലി ഏബിൾഡ്. ഹാൻഡിക്യാപ്ഡ് എന്നൊന്നും പറയരുത്. ഊനമുറ്റോർ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ ഭിന്നശേഷിയുള്ളവർക്കായി സംവരണം ചെയ്യപ്പെട്ട സീറ്റാണ്. നമ്മൾ ഇവിടെയാണെങ്കിൽ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത് അംഗവൈകല്യം എന്നാണ്. എന്തിനാണിത് പറഞ്ഞത്? ഞാൻ ബ്രഹ്മമാണ്, ഞാൻ അതാണ് എന്ന് അറിയാതെ, സാക്ഷാത്കരിക്കാതെ വെറുതെ വാഗൊണ്ട് പറയുന്ന വൈകല്യം. അവർക്ക് നല്ല പോലെ അറിയാം ഞാനൊരു ജീവനാണ്, ആത്മാവല്ല, ബ്രഹ്മമല്ല എന്ന്. പക്ഷേ അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നു. അല്ലെങ്കിൽ ഞാൻ അതാണ്. മുമ്പിൽ വരുന്നവരോട് തത്വമസിയും ഉപദേശിക്കും. അങ്ങനെയുള്ള കൂട്ടർ നീ അതാണ്. തത്വമസി ഉപദേശിക്കാൻ ആർക്കാണ് അധികാരം എന്നറിയാമോ? അഹം ബ്രഹ്മാസ്മി എന്ന് സാക്ഷാത്കരിച്ചവനാണ്. അഹം ബ്രഹ്മാസ്മി എന്ന് സാക്ഷാത്കരിക്കാത്ത ഒരുത്തന് ശിഷ്യനെ നോക്കി തത്വമസി ഉപദേശിക്കാനുള്ള അവകാശമില്ല. എന്തുകൊണ്ട്? ആദ്യം താൻ ബ്രഹ്മമാണ് എന്ന് ഗുരു അനുഭവ രൂപേണ സാക്ഷാത്കരിക്കണം. അത് അനുഭവത്തിൽ വരണം ആ അറിവ്. അങ്ങനെയുള്ള ആൾക്ക് മാത്രമേ ശിഷ്യനെ നോക്കി നീ അതാണ് എന്ന് ഉപദേശിക്കാനുള്ള അധികാരമുള്ളൂ. ഇത് അഹം ബ്രഹ്മാസ്മിയും വാഗുണ്ട്, തത്വമസിയും വാഗുണ്ട്. എന്ത് പ്രയോജനം? അത് വൈകല്യമാണ് എന്നാണ്. അംഗവൈകല്യമല്ല, ബുദ്ധിയിലുള്ള വൈകല്യം. അത് അയാൾക്ക് നാണക്കേടുണ്ടാക്കുന്ന ആ ഉപദേശിക്കുന്നവന്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഞാൻ അതാണെന്ന് പറഞ്ഞു നടക്കുന്നവന്. ഊനത്തെ, ആ വൈകല്യത്തെ യാരൊഴിവിപ്പോർ, ഇത് ഇല്ലാതാക്കാൻ, ഈ വൈകല്യത്തെ, ജ്ഞാനത്തിലുള്ള വൈകല്യത്തെ, സൂക്ഷ്മതലത്തിലുള്ള വൈകല്യത്തെ ഇല്ലാതെയാക്കാൻ ആരാണ് ശക്തരാവുക? ആർക്ക് മാറ്റാൻ പറ്റും? അതിന് നല്ല പാകതയുള്ള ഒരാൾ തന്നെ വേണം. സാധകൻ അല്ലെങ്കിൽ ശിഷ്യൻ ഗുരുവിനോട് സഹകരിച്ച് പ്രവർത്തിക്കുകയും വേണം. എന്നാലേ അയാളുടെ ഉള്ളിലുള്ള ഈ മിഥ്യാധാരണ നീങ്ങിക്കിട്ടൂ. ഈ അപകീർത്തിയിൽ നിന്ന് അല്ലെങ്കിൽ ഈ നാണക്കേടിൽ നിന്ന് അവരെ ആർക്കാണ് രക്ഷിക്കാൻ കഴിയുക? ഇവിടെ ജ്ഞാനത്തിൽ ഇൻപൈ നശിപ്പിത്ത് എന്ന് പറഞ്ഞല്ലോ. ജ്ഞാനത്തിൽ ഇൻപൈ നശിപ്പിത്ത് എന്ന് പറഞ്ഞാൽ ജ്ഞാനം കൊണ്ട് നേടേണ്ട ആത്മാനന്ദത്തെ നശിപ്പിച്ചുകൊണ്ട് അവർ കർമ്മത്തിലൂടെ ജ്ഞാനം നേടാൻ നോക്കുന്നു. ആനന്ദത്തിന്റെ ഉറവിടം ആത്മാവാണ്. ആ ആത്മാവിനെ ജ്ഞാനം കൊണ്ട് നേടുന്നതിന് പകരം കർമ്മം കൊണ്ട് നേടാം എന്ന് കരുതുന്നവർ, അവരാണ് എന്ത് ചെയ്യുന്നത്? ജ്ഞാനത്തിൽ ആനന്ദത്തെ നശിപ്പിക്കുന്നത്. അതിനുള്ള വ്യാഖ്യാനം, സ്വാനുഭവത്താൽ ജ്ഞാനാനന്ദത്തെ പെറാത് അവനെ വിടയച്ചേറ്റിൽ, വിടയച്ചേറ് എന്ന് പറഞ്ഞാൽ വിഷയച്ചേറ്, വിഷയങ്ങളാകുന്ന ചെളി, കെടുപ്പിത്ത് ഈ വിടയച്ചേറ്റിൽ അഴുന്തി നിன்று.
എന്ന് പറഞ്ഞാൽ എന്താ? അവർക്ക് വിഷയങ്ങൾ വിടാൻ വയ്യ. സത്സംഗത്തിൽ ചെന്നിരിക്കുന്നു, വേദാന്ത ശ്രവണം നടത്തുന്നു, സപ്താഹത്തിൽ ചെന്നിരിക്കുന്നു, വിഷയങ്ങളിൽ വിരക്തി മാത്രം വരുന്നില്ല. എന്ത് പ്രയോജനം? ജ്ഞാനത്തിന്റെ മുന്നോടി വൈരാഗ്യമാണ്. വിവേകവും ഉണ്ട്, വൈരാഗ്യം കൂടിച്ചേർന്ന വിവേകം. അതാണ് ജ്ഞാനത്തെ നമുക്ക് സാധിച്ചു തരുന്നത്. സ്വാനുഭവത്തിലൂടെ ഈ ജ്ഞാനം കൊണ്ട് ആനന്ദത്തെ അനുഭവിക്കുന്നതിന് പകരം അതിനെ ഈ വിടയച്ചേറ്റിൽ ആ ബുദ്ധിയെ വിഷയച്ചേറ്റിൽ മുക്കി വിഷയങ്ങളാകുന്ന ലൗകിക സുഖങ്ങളാകുന്ന ചെളിയിൽ മനസ്സിനെ പുതച്ച് ശരിക്കുള്ള ആനന്ദത്തെ നഷ്ടമാക്കുന്നു. കെടുപ്പിത്ത് ഈ വിടയച്ചേറ്റിൽ അഴുന്തി നിன்று ആ വിഷയച്ചെളിയിൽ കഴുത്തൊപ്പം മുങ്ങിക്കിടക്കുകയാണ്. ആര്? ഉള്ളിൽ വിരക്തിയില്ലാത്തവർ. പലരെയും നിങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു നോക്കൂ. ഒക്കെ ഭക്ത ശിരോമണികളാണ്. എന്തൊക്കെ നന്മയുണ്ടോ, എന്തൊക്കെ നല്ലതുണ്ടോ, സത്സംഗമുണ്ടോ എല്ലായിടത്തും ചെന്നിരിക്കും. പക്ഷേ അവരുടെ ജീവിതത്തെ നിങ്ങളൊന്ന് എടുത്ത് പരിശോധിക്കൂ. കുറച്ചു നേരം അദ്ദേഹത്തോട് സംസാരിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് ഒരു 10 മിനിറ്റ് ചെലവഴിക്കുകയോ ചെയ്യൂ. ഈ കേട്ടതിന്റെ പ്രയോജനം തരിമ്പ് പോലും അവരുടെ ജീവിതത്തിൽ കടന്നിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് രണ്ടും പാരലൽ ട്രാക്കാണ്. അത് കേട്ടുകൊണ്ടിരിക്കുന്ന അവരുടെ ജീവിതം തുടരുന്നു. അതുകൊണ്ട് പ്രയോജനം ഈ കേൾക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടണം. നിങ്ങൾ ഭാഗവതമോ ഭഗവത്ഗീതയോ യോഗവാസിഷ്ടമോ അല്ലെങ്കിൽ ഈ ഒഴിവിലൊടുക്കമോ കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ നാൾക്ക് നാൾ ഈ വിരക്തി വളർന്നു വരണം. വിരക്തിയുടെ വിത്ത് വീഴാത്തവർക്ക് വിരക്തിയുടെ വിത്ത് ഉള്ളിൽ വീഴണം. നേരത്തെ തന്നെ വിരക്തിയുടെ വിത്ത് വീണവർ അതിനെ ഒരു തൈച്ചെടിയായി വളർത്തിയെടുക്കണം. കാലക്രമത്തിൽ അത് മഹാവൃക്ഷമായി മാറുകയും വേണം. ഇതല്ല, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നിട്ടെന്താ? അതിലൊരു അഭിമാനം, അഹങ്കാരം. ഞാൻ ഇന്നതൊക്കെ ചെയ്യുന്ന ആളാണ്, മറ്റുള്ളവരെക്കാൾ കേവനാണ് ഞാൻ. അതെങ്ങനെ അറിയും? അവരുടെ സംസാരത്തിലും പ്രവൃത്തിയിലും കാണാം ആ അഹങ്കാരത്തെ കുറച്ച് കൊണ്ടുവരികയാണ് നമ്മുടെ ലക്ഷ്യം. ജീവബോധത്തെ തേച്ചു മായ്ച്ചു കളയുകയാണ്. അതിന് നമ്മെ സഹായിക്കുന്നത് വിരക്തിയും വിവേകവുമാണ്. ആ കാര്യം നല്ലതുപോലെ മനസ്സിലാക്കണം. യാരൊഴിവിപ്പോർ, ഈ അപകീർത്തിയിൽ നിന്ന്, ഈ വൈകല്യത്തിൽ നിന്ന്, അതായത് ഉള്ളിൽ ആത്മസാക്ഷാത്കാരമില്ലാതെ ഞാൻ അതാണ്, ഞാൻ ബ്രഹ്മമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരുടെ ഉള്ളിലുള്ള ആ വൈകല്യമുണ്ടല്ലോ, ആ വൈകല്യത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ നാണക്കേടിൽ നിന്ന് ആർക്കാണ് അവരെ രക്ഷിക്കാൻ കഴിയുക? ഒരു ചോദ്യമാണ്. ആര് രക്ഷിക്കും? ജഗദീശ്വരൻ തന്നെ അവർക്ക് നല്ല ബുദ്ധി തോന്നിക്കണം, നല്ല വഴി കാട്ടണം. ഇതിൻ്റെ മലയാള വ്യാഖ്യാനം വായിക്കാം. രസവാദി സ്വർണം സ്വയം നിർമ്മിക്കുവാൻ സമർത്ഥനായിരിക്കെ അയാൾ ദരിദ്രനാവുക അഴകാണോ? അത് അയാൾക്ക് ഭൂഷണമാണോ എന്നാണ്. അത് യോജിക്കുമോ? ഒരു മഹാപണ്ഡിതൻ ദരിദ്രനാവാം. ആ ഉദാഹരണം ഇവിടെ ചേരില്ല. മഹാപാണ്ഡിത്യമുള്ളവൻ, അതേ സമയത്ത് ടാറ്റയുടെയും ബിർളയുടെയും കൊച്ചുമകൻ ഭിക്ഷക്കാരനായി മാറുക എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ ശരിയാവും? പരമ്പരയായിട്ട് ജീവിക്കാനുള്ള പണം ഉണ്ടാക്കുന്നവർ, കോടിക്കണക്കിന് രൂപയുടെ വരുമാനവും ആസ്തിയും ഉള്ളവരാണ്. അപ്പോൾ ആ കുടുംബത്തിലുള്ള ഒരാൾ, അവരുടെ മക്കളോ ചെറുമക്കളോ എങ്ങനെയാണ് ദരിദ്രനാവുക? അത് ചേരില്ലല്ലോ, യോജിക്കില്ലല്ലോ എന്നാണ്. സകല രോഗങ്ങളെയും മാറ്റുവാൻ കെൽപ്പുള്ള മഹാവൈദ്യൻ സ്വയം രോഗം കൊണ്ട് വശം കെടുക ശരിയാണോ? ശത്രുക്കളെ സുധീരം പോരാടി ജയിച്ച മഹാവീരൻ അന്യരുടെ കാർക്കിച്ചു തുപ്പലേറ്റ് ജീവിക്കുന്നത് എന്ത് ഹീനമാണ്? അവിടെ കാർക്കിച്ചു തുപ്പലല്ല, ശരിക്കും വെറ്റില മുറുക്കി തുപ്പുന്നതാണ്. കാർക്കിച്ചു തുപ്പുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മഹാമോശപ്പെട്ട ഒരർത്ഥമായിട്ട്. ആരെയും കാർക്കിച്ചു തുപ്പരുത്, പട്ടിയെപ്പോലും കാർക്കിച്ചു തുപ്പരുത്. ഒരു ജീവിയുടെ പുറത്തും തുപ്പാനുള്ള അവകാശം നമുക്ക് തന്നിട്ടില്ല. ആ ജീവിയുടെ ഉള്ളിലുള്ളത് ഈശ്വരനാണ്. എന്ന് വെച്ച് പട്ടിക്ക് മാലയിടണം എന്നല്ല, പട്ടിയെടുത്ത് തലയിൽ ചുമന്നുകൊണ്ട് നടക്കണമെന്നുമല്ല. അത് ഈശ്വര സ്വരൂപമാണ്. അതിന്റെ പാട്ടിന് പോകാൻ അനുവദിക്കൂ. ആ തുപ്പുന്നത് അതിന്റെ ശരീരത്തിലല്ലാതെ അല്പം മാറ്റി തുപ്പിയാലെന്താ? പക്ഷെ മനുഷ്യരെ തന്നെ തുപ്പുന്ന അധമന്മാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. വേറൊരാളുടെ മുഖത്ത് തുപ്പുന്നവർ, ശരീരത്തിൽ തുപ്പുന്നവർ. ഇതുപോലെ ജ്ഞാനാനന്ദം ലഭിക്കുവാൻ വേണ്ടി മാർഗങ്ങളെ നിർദ്ദേശിക്കുന്ന മഹോന്നത ശാസ്ത്രങ്ങൾ പഠിച്ചിട്ടും ആവക രീതിയിൽ മനനാഭ്യാസം ചെയ്യാതെ വിഷയങ്ങളിൽ തന്നെ മുഴുകുന്ന മനസ്സോടെ വർത്തിച്ചുകൊണ്ട് ഒരു മുമുക്ഷു അനുഭവം കിട്ടി എന്ന് ഭാവിച്ച് ഞെളിഞ്ഞാൽ, പുറത്ത് പറയുക, എനിക്ക് ഈ സത്യം നല്ലപോലെ ഉറപ്പുണ്ട് കേട്ടോ, പിടികിട്ടി കഴിഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്കും പറഞ്ഞു തരാം, അങ്ങനെ പറഞ്ഞു കൊടുത്തും ഫലിപ്പിക്കേണ്ടതാണോ ഈ ജ്ഞാനം? അങ്ങനെ ഭാവിച്ച് ഞെളിഞ്ഞാൽ അയാളുടെ ഗ്രന്ഥജ്ഞാനം കൊണ്ട് മാത്രം അയാൾക്ക് എന്ത് നന്മയുണ്ടാകാൻ പോകുന്നു? അയാൾക്ക് പുസ്തകജ്ഞാനം മാത്രമേ ഉള്ളൂ. ഗ്രന്ഥജ്ഞാനം, പഠിച്ചറിവ്, വായിച്ചറിവ്, അനുഭവം ഇല്ലെങ്കിൽ ഈ പറയുന്നത്
ആർക്ക് വേണമെങ്കിലും പറഞ്ഞുകൊണ്ട് നടന്നോണ്ട്, എനിക്കുമാവാം നിങ്ങൾക്കുമാവാം. പക്ഷെ ഉള്ളിൽ അനുഭവമുള്ള ആൾ പറയുന്നത് അതിനൊരു വൈശിഷ്ട്യമില്ലേ? മറ്റുള്ളവരുടെയൊക്കെ വെറും ജൽപ്പനമാണ്. അയാൾ ജ്ഞാനമാർഗത്തിൽ കൂടുതൽ അധപ്പതിക്കുകയേ ചെയ്യുകയുള്ളൂ. ഉള്ളിൽ ജ്ഞാനമൊന്നുമില്ല, വെറുതെ പുറത്ത് പറഞ്ഞുകൊണ്ട് നടക്കുന്നു ഞാൻ ദിവ്യനാണ്, ആത്മജ്ഞാനിയാണ് എന്നൊക്കെ. അഭ്യാസം വഴിക്ക് വഴി തുടർന്ന് ചെയ്യാതെ വെറും ഗ്രന്ഥജ്ഞാനം മാത്രം കൊണ്ട് ജ്ഞാനലബ്ധി ഉണ്ടാകയില്ലെന്നും അത്തരം വാചകജ്ഞാനികളുടെ ശോചനീയ നില. വാചകജ്ഞാനി എന്ന് പറഞ്ഞാൽ വാക്കിൽ മാത്രം ജ്ഞാനമുള്ളവൻ, ഉള്ളിലില്ല, അനുഭവത്തിലില്ല. വാക്കില് ജ്ഞാനമുണ്ട്, ഗംഭീരമായി ശ്ലോകങ്ങൾ ഉദ്ധരിക്കും പല ഗ്രന്ഥങ്ങളിൽ നിന്നും, അതിനെയൊക്കെ നല്ലതുപോലെ വ്യാഖ്യാനിക്കുകയും ചെയ്യും. അനുഭവമുണ്ടോ? പൂർണ്ണമായിട്ടില്ലെങ്കിലും ഉള്ളിൽ കുറേയൊക്കെ വൈരാഗ്യവും വിവേകവും ഒക്കെ വന്നിട്ടുണ്ടോ? വിഷയസുഖങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള ഒരു മനസ്സ് സ്വന്തമായിട്ടുണ്ടോ? മറ്റുള്ളവരെക്കാളും ആർത്തി, എത്ര കിട്ടിയാലും പോരാ. അപ്പം അവരുടെ ഈ ഗ്രന്ഥജ്ഞാനം കൊണ്ട് എന്ത് പ്രയോജനം? വിഷയങ്ങളിൽ വിരക്തി വരുന്നില്ലല്ലോ എന്നാണ്. വെറും ഗ്രന്ഥജ്ഞാനം മാത്രം കൊണ്ട് ജ്ഞാനലബ്ധി ഉണ്ടാകയില്ലെന്നും അത്തരം വാചകജ്ഞാനികളുടെ ശോചനീയ നില തീരെ അപഹാസ്യമാണെന്നും ഈ തിരുവെൺപായിൽ നിന്ന് മനസ്സിലാക്കാം. അതാണ് ഈ പദ്യത്തിന്റെ സാരം. നമുക്ക് അടുത്ത പദ്യത്തിലേക്ക് കിടക്കാം. മയലറ്റാർ കേൾക്ക മഹിഴ്ந்துரைத்த വാർത്തൈ അയലുക്കുപദേശമാകും തുയിലാ തൊറുവനെപ്പോ നിന്റെ കേടൂശഴുക്ക് നോയും അറുമുരൈത്തോ നാം ഉരൈപ്പതൈ. ഇനി അതിനെ പിരിച്ചു വായിക്കാം. മയലറ്റാർ കേൾക്ക മഹിഴ്ந்துரைத்த വാർത്തൈ അയലുക്ക് ഉപദേശമാകും തുയിലാ തൊറുവനെപ്പോൽ நின்று கேள் தூசழுக்கு നോയും അറും ഉരൈത്തോം നാം ഉരൈപ്പതൈ. ഇവിടെ എന്ത് പറയുന്നു? മയലറ്റാർ കേൾക്ക, മയൽ അറ്റവർ കേൾക്കേ. മയൽ എന്ന് പറഞ്ഞാൽ മയക്കം എന്നർത്ഥം, അജ്ഞാന നിദ്ര, സത്യത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ. മയക്കമില്ലാത്തവർ എന്ന് പറഞ്ഞാൽ ലൗകിക മോഹങ്ങളിൽ നിന്ന് മുക്തരായവർ, കുറെയൊക്കെ വിരക്തി നേടിയവർ. അവർ വേണം ഈ തത്വശ്രവണം ചെയ്യേണ്ടത്. അവർക്ക് മാത്രമേ പ്രയോജനപ്പെടൂ. ആർക്ക് വേണമെങ്കിലും വന്നിരിക്കാം, ആർക്ക് വേണമെങ്കിലും കേൾക്കാം. പക്ഷെ ആർക്കാ ഈ ശ്രവണം പ്രയോജനപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ഉള്ളിൽ വിരക്തിയുള്ളവന്. അവരെയാണ് മയലറ്റാർ എന്ന് പറയുന്നത്. മയക്കമില്ലാത്തവർ, മയലറ്റുപോയവർ, ഉള്ളിൽ മോഹമില്ലാത്തവർ, വിഷയമോഹങ്ങളൊക്കെ ഉള്ളിൽ നിന്ന് അകന്നവർ. അവർ കേൾക്കുകയും മഹിഴ്ந்துரைத்த വാർത്തൈ, പറയുന്നതാരാ? ആത്മജ്ഞാനത്തിൽ മഗ്നനായിരിക്കുന്ന ഒരു ആചാര്യൻ. തൻ്റെ സ്വാനുഭവത്തെ ഭംഗിയായി അദ്ദേഹം വാക്കുകളിലൂടെ വിവരിക്കുന്നു. പക്വതയുള്ള, വിരക്തനായ, വിഷയമോഹങ്ങളിൽ നിന്ന് മുക്തമായ മനസ്സ് സ്വന്തമായിട്ടുള്ള ഒരാളോ ഒന്നിൽ കൂടുതൽ ആൾക്കാരോ അത് കേട്ടുകൊണ്ടിരിക്കുന്നു. അത് ആ സദസ്സാണ് ശോഭിക്കുക, അല്ലാത്ത സദസ്സ് ശോഭിക്കില്ല. ആചാര്യനും മോഹം പോയിട്ടില്ല, ശിഷ്യനും മോഹം പോയിട്ടില്ല. ഇദ്ദേഹം വൈരാഗ്യത്തെക്കുറിച്ച് ഘോരഘോരം പ്രസംഗിക്കുന്നു. അവസാനം ദക്ഷിണ വെച്ചേക്കൂ എന്ന് പറയുന്നു. പെർ ഹെഡ് ഇത്ര വേണം. പല പല ജാലവിദ്യകളാണ്. ഒന്നുമില്ല എന്ന് പറയും. അവസാന ദിവസം പറയും ജ്ഞാന കാണിക്ക സമർപ്പണം എന്ന് പറയും. ഞാൻ ഈ സമർപ്പണം സ്വീകരിക്കുന്നതിനോട് ഒട്ടും എതിരുള്ള ആളല്ല. കാരണം ഒരു ഫംഗ്ഷൻ നടത്തണമെങ്കിൽ ചിലവുണ്ടല്ലോ. പണച്ചെലവില്ലാതെ എന്തെങ്കിലും കാര്യം നടക്കും. ഇപ്പം അയാൾ തന്നെ പൈസ വാങ്ങിക്കാത്ത ആളാണെങ്കിലും ഒരു ഓഡിറ്റോറിയമോ ഒരു ഹാളോ വാടകയ്ക്ക് എടുക്കുകയും അതിൻ്റെ മൈക്ക് സെറ്റ് തുടങ്ങിയവയ്ക്കൊക്കെ പൈസ ആവൂലേ? അപ്പോൾ നമ്മൾ ഡിമാൻഡ് ചെയ്യരുതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞു. മിനിമം ഇത്ര തരണം. അങ്ങനെ നിങ്ങൾക്ക് സമർപ്പിക്കാൻ അതിനുള്ള സാഹചര്യം, സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഒന്നും തന്നില്ലെങ്കിലും ദോഷമൊന്നുമില്ല. നിങ്ങൾ വന്ന് കേൾക്കണം എന്നുള്ളതാണ് പ്രധാനം. അത് ആദ്യമേ തന്നെ പറയണം. പക്ഷെ ഇപ്പോഴൊക്കെ റേറ്റ് സംസാരിച്ചിട്ടാണ് സത്സംഗങ്ങൾ നടത്താറുള്ളത്. ആദ്യം റേറ്റ് സംസാരിക്കും. ആ റേറ്റുമായിട്ട്, ഇവരുടെ റേറ്റുമായിട്ട് പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് അവർ ആദ്യമേ ഒഴിയും. എന്തൊക്കെയാണ്? പോയിട്ട് വരാനുള്ള ഫ്ലൈറ്റ് ചാർജ്, അതായത് ദൂരെ നിന്ന് വരുന്ന ആളാണെങ്കിൽ അവിടുന്ന് ഈ പ്രഭാഷണ സ്ഥലത്തെത്താനും തിരിച്ച് വീട്ടിലേക്ക് മടങ്ങാനുമുള്ള ഫ്ലൈറ്റ് ചാർജ്. അത് ആരെങ്കിലും ഒരാൾ കൂടെ വരികയും ചെയ്യും. കൂടെ വരുന്നവർക്കും വേണം. ഞാനിതൊന്നും പറയരുതെന്ന് വിചാരിക്കുകയാണ്. പക്ഷേ എന്ത് ചെയ്യാം? എനിക്കിതൊന്നും പറയാതെ കടന്നു പോകാൻ തോന്നുന്നില്ല. എനിക്ക് ഈശ്വരൻ ഉള്ളിലിരുന്ന് തോന്നിക്കുകയാണ് നീക്കും പറയുന്നത് പറഞ്ഞിട്ട്. കാരണം എന്തിനാ പറഞ്ഞത്? നിങ്ങൾ ശരിയായ നോട്ടും കള്ളനോട്ടും തിരിച്ചറിയാൻ പഠിക്കണം. കണ്ടാൽ ഒരുപോലെ ഇരിക്കും. ഇപ്പോൾ 500 2000 ഒക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ, അതിൻ്റെ വരെ കള്ളനോട്ട് ഇറങ്ങിക്കഴിഞ്ഞു എന്നാണ്. അപ്പോൾ ഒരാൾ നല്ല നോട്ടിൽ നിന്നും കള്ളനോട്ടിനെ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്?
അത് റിസർവ് ബാങ്കിന്റെ ചില ഗൈഡ് ലൈൻസ് ഉണ്ടല്ലോ, ഇന്നതുണ്ടോ നോക്കൂ, അതിന്റെ മുകളിൽ ഇന്ന അക്ഷരത്തില് ക്രമമായി വലിപ്പം കൂടി വരുന്ന അക്ഷരങ്ങൾ, അതുപോലെ ഗാന്ധിജിയുടേത് എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ. ആ ലക്ഷണങ്ങൾ ഉള്ള നോട്ട് നല്ല നോട്ട്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അടിച്ച നോട്ട്. അതല്ലാത്ത നോട്ട് കള്ളനോട്ട്. ഞാൻ പറയുന്നത് നമ്മുടെ സമൂഹത്തിലുള്ള കള്ളനോട്ടിനെയും കള്ളനാണയത്തെയും അറിയണം. ആധ്യാത്മിക രംഗത്തുള്ള കള്ളനോട്ടിനെയും കള്ളനാണയത്തെയും അറിയണം. അതാണ് ഞാൻ സ്ട്രെസ് ചെയ്ത് പറയുന്നത്. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ, എങ്ങനെ അറിയും ഒരാൾ കള്ളനോട്ടാണ് അല്ലെങ്കിൽ കള്ളനാണയമാണ് ഈ ആധ്യാത്മിക രംഗത്തിലെ എന്ന് ചോദിച്ചാൽ, വിരക്തിയുണ്ടോ ഉള്ളിൽ? അദ്ദേഹം ഈ സത്സംഗമോ അല്ലെങ്കിൽ പ്രഭാഷണ പരമ്പരയോ നടത്തുന്നതിന് മുമ്പിൽ എന്തെങ്കിലും തരത്തിലുള്ള സ്വാർത്ഥമോഹമുണ്ടോ? ചിന്തിച്ചു നോക്കൂ. അതില്ലെങ്കിൽ അയാൾ ഒറിജിനൽ നോട്ടാണ്, നല്ല നാണയമാണ്. അതില്ലെങ്കിൽ കള്ളനോട്ട്, കള്ളനാണയം. കാരണം ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടത്തുന്ന ഒരു മേഖലയായി മാറിയിരിക്കുന്നു അധ്യാത്മം. ഏറ്റവും കൂടുതൽ തട്ടിപ്പ്. ആൾക്കാർ പെട്ടെന്ന് വീണുപോകും ഈ വലയിൽ. ഗംഭീരന്മാർ വീണുപോകും. സാധാരണക്കാരുടെ കാര്യമല്ല പറയുന്നത്. വലിയ വലിയ സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്നവർ പെട്ടെന്ന്, കാരണം അവർക്ക് ഈ ആധ്യാത്മികതയെക്കുറിച്ച് ഒന്നും അറിയില്ല. അപ്പൊ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഇദ്ദേഹം മഹാനാണ്, വലിയ വലിയ കാര്യങ്ങളാണ് പറയുന്നത് എന്ന് വിചാരിച്ച് അവരുടെ വലയിൽ വീണുപോകും. അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടെ വേണം നാം ഈ അധ്യാത്മ രംഗത്തുള്ളവരുമായിട്ട് ഇടപഴകാൻ. വളരെ ശ്രദ്ധിക്കണം. അപ്പൊ ഇവിടെ മൈലറ്റാർ കേൾക്ക, വിഷയമോഹങ്ങൾ ഇല്ലാത്തവർ കേൾക്കേ മഹിഴ്ന്നുരൈത്ത വാർത്തൈ. ജ്ഞാനി തൻ്റെ ഉള്ളിൽ അനുഭവിക്കുന്ന ആ ആനന്ദം കലർന്നു വരുന്ന വാക്കുകൾ, അതാണ് ജ്ഞാനി പറയുന്നത്. മഹിഴ്ந்து ഉരൈത്ത വാർത്തൈ, സന്തോഷത്തോടുകൂടി ആ ആനന്ദാനുഭൂതിയിൽ നിന്ന് നിർഗളിക്കുന്ന വാക്കുകളെ ആചാര്യൻ പറയുന്നു. മോഹമില്ലാത്ത ശിഷ്യന്മാർ, സാധകന്മാർ അത് സശ്രദ്ധം ശ്രവിക്കുന്നു. അയലുക്ക് ഉപദേശമാകും. അയലുക്ക് ഉപദേശമാകും എന്ന് പറഞ്ഞാൽ അന്യർക്ക് ഉപദേശമാകും. ഏത്? ആത്മനിഷ്ഠനായ ഒരു ആചാര്യന്റെ വാക്ക് അങ്ങനെയുള്ള ആത്മനിഷ്ഠ കൈവരിക്കാത്തവർക്ക് വലിയ ഉപദേശമാകും. അത് അവരെ സംബന്ധിച്ച് ഒരു മഹാധനമായി മാറും. അയലുക്ക് ഉപദേശമാകും. അന്യർക്ക് എന്ന് പറഞ്ഞാൽ പക്വതയില്ലാത്തവർക്ക്, അജ്ഞാനികൾക്ക് അതൊരു വലിയ നിധിയായിത്തീരും. ഒരു വാക്ക്, ചുമ്മായിര്, ബന്ധ വഴിയേ പോ, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഒന്നോ രണ്ടോ അല്ലെങ്കിൽ പരമാവധി 3 വാക്കുകൾ. അതിനകത്തുള്ള ആശയം അത് നമ്മുടെ ഉൾക്കണ്ണിനെ എത്രമാത്രം തുറപ്പിക്കും എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള ഉപദേശങ്ങൾ അന്യർക്ക് പ്രയോജനപ്രദമാകും. തുയിലാ തൊറുവനെ പോൽ. തൊറുവൻ എന്ന് പറഞ്ഞാൽ കന്നുകാലികളെ മേയ്ക്കുന്നവൻ അല്ലെങ്കിൽ ആട്ടിടയൻ, ഹേർട്സ്മാൻ. കാലികളെയും ആടുമാടുകളെയൊക്കെ മേയ്ക്കുന്ന ആളുണ്ടല്ലോ, ഇടയൻ. അയാളെയാണ് തൊറുവൻ. ഈ ഇടയൻ എന്ത് ചെയ്യുമെന്നറിയാമോ? കൂട്ടത്തോടെ ആടുകളെ അല്ലെങ്കിൽ കന്നുകാലികളെ കാട്ടിലേക്ക് കൊണ്ടുപോകും, അല്ലെങ്കിൽ ധാരാളം പുല്ലുകൾ വളർന്നിട്ടുള്ള ഒരു പ്രദേശത്ത് കൊണ്ടുപോകും. എന്നിട്ട് അയാൾ ഒരിടത്തിൽ കിടന്നുറങ്ങും. പക്ഷെ അയാൾ ഉറങ്ങിയാലും അയാളുടെ ശ്രദ്ധ മുഴുവൻ ഈ കന്നുകാലികളിലായി. അവൻ ഉറങ്ങിയാലും ഉറങ്ങാത്തവനാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചെറിയ ഒരു ശബ്ദം കേട്ട് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു വന്യജീവിയുടെ ഒരു മുരൾച്ചയോ അനക്കമോ എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അയാൾ ഉണർന്ന് ആ ജീവിയെ അടിച്ചോടിക്കാനുള്ള ശ്രമം ചെയ്യും. അപ്പൊ അയാൾ ഉറങ്ങുന്നുണ്ടെങ്കിലും ഉറങ്ങുന്നില്ല എന്നാണ്. തുയിൽ എന്ന് പറഞ്ഞാൽ ഉറക്കം എന്നർത്ഥം. തുയിലാ തൊറുവനെ പോൽ, ഉറങ്ങിയാലും ഉറങ്ങാത്ത ഇടയനെ പോലെ അല്ലെങ്കിൽ കന്നുകാലികളെ മേയ്ക്കുന്നവനെ പോലെ. എന്താണ് ഉറങ്ങിയിട്ടും ഉറങ്ങാത്തവൻ എന്ന് പറഞ്ഞാൽ ഉണർവോടെ ശ്രദ്ധയോടുകൂടെ ഉറങ്ങാത്ത ഒരു വ്യക്തിത്വമായിരിക്കണം നമ്മുടേത്. ഇനിയിപ്പോ ഇത് വെച്ചോണ്ട് സത്സംഗത്തിൽ വന്നിരിക്കുന്നവർ, ഞാൻ ഉറങ്ങുന്നുണ്ടെങ്കിൽ എല്ലാം കേൾക്കുന്നുണ്ട്, തുറുവനെ പോൽ എന്ന് പറയും. നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയാവൂ. ഈ പ്രഭാഷകനെ ബോധ്യപ്പെടുത്തേണ്ട കാര്യവുമില്ല. എന്തിനാ അത്? നമ്മളെ ശ്രദ്ധയോടുകൂടി ഇരിക്കുന്നോ എന്നുള്ളത് നമുക്ക് അൾട്ടിമേറ്റ്ലി ഇത് ആർക്ക് വേണ്ടിയാണ്? അന്തിമമായിട്ട് ഇത് ആരുടെ പ്രയോജനത്തിനാണ്? ശ്രോതാക്കളുടെ പ്രയോജനത്തിനല്ലേ? അപ്പോൾ ഒരു ആട്ടിടയൻ എങ്ങനെയാണോ ഉറങ്ങവേ തന്നെ ആ ഉറക്കത്തിന്റെ ഉള്ളിൽ ജാഗരൂകതയോടുകൂടെ ഉണർന്നു വർത്തിക്കുന്നത്, അയാൾക്ക് ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ പെട്ടെന്ന് എഴുന്നേൽക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു ആട്ടിടയനെ പോലെ നിன்று കേൾ,
ശ്രദ്ധയോടുകൂടി ഈ തത്വത്തെ ശ്രവിക്കൂ എന്ന്. നിன்று കേൾ എന്ന് പറഞ്ഞാൽ നിന്നുകൊണ്ട് കേൾക്കുക എന്നല്ല, മനസ്സിനെ ഏകാഗ്രമാക്കി ശ്രദ്ധയോടുകൂടെ വിഷയചിന്തകൾ കുറഞ്ഞപക്ഷം ആ പ്രഭാഷണ വേളയിലെങ്കിലും ഉള്ളിൽ ഉദിക്കാതെ കേൾക്കൂന്ന്. നിன்று കേൾ, സ്ഥിരചിത്തനായി ആ സത്യത്തെ ആചാര്യനിൽ നിന്ന് കേൾക്കൂ. നിன்று കേടൂഷഴുക്ക് നോയും, വല്ലാത്തൊരു സന്ധ്യയാണ്. നിன்று കേൾ തൂശ് അഴുക്കും നോയും. തൂശ് എന്ന് പറഞ്ഞാൽ പൊടി, ധൂളി, ഡസ്റ്റ്. അഴുക്ക് മലയാളത്തിലെ അഴുക്ക് തന്നെ, മാലിന്യം. നോയ് രോഗം, അറും, ഇതെല്ലാം ഇല്ലാതെയാവും. അതെങ്ങനെയാ? അപ്പോ അഴുക്കായ ഷർട്ടും പാൻറ്റും ഇട്ടുകൊണ്ട് വന്നിട്ട് സത്സംഗത്തിൽ വന്നിരുന്നു കഴിഞ്ഞാൽ ഇറങ്ങി പോകുമ്പോൾ എല്ലാം വെളുത്ത് കിട്ടുമല്ലേ? അങ്ങനെ വിചാരിക്കരുത്. ഇത് ഉള്ളിലുള്ള അഴുക്കാണ്. ആ അഴുക്ക് നീങ്ങി കിട്ടും എന്നാണ് പറഞ്ഞത്. തൂശ് അഴുക്ക് നോയും. തൂശ് മാലിന്യം. ഇവിടെ ഈ ശൈവ സിദ്ധാന്തത്തിൽ പറയുന്ന മുമ്മലം, ആണവം, കർമ്മം, മായ, ആ 3 മലങ്ങളും അഴുക്ക്, മാലിന്യം. അതും ഒരു തരത്തിലുള്ള ഈ രാഗദ്വേഷങ്ങളെല്ലാം അഴുക്കാണല്ലോ. കാമക്രോധാദി വികാരങ്ങൾ, അതെല്ലാം മനസ്സിനെ ബാധിച്ച മാലിന്യങ്ങളാണ്. അവയൊക്കെ ശ്രവണം കൊണ്ട് നീങ്ങിക്കിട്ടും. ശ്രദ്ധയോടെ ശ്രവിച്ചാൽ നോയും, രോഗവും മാറിക്കിട്ടും. ഇവിടെ രോഗം എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? കർമ്മം. കർമ്മം, കർമ്മവ്യാധിയാണ് നമ്മെ എല്ലാം പിടികൂടിയിരിക്കുന്നത്. വസ്ത്രത്തിൽ നിന്ന് പൊടിയും അഴുക്കും നീങ്ങുന്നത് പോലെ നിന്നെ ബാധിച്ച കർമ്മവ്യാധിയും അകലും. തൂഷഴുക്ക് നോയും അറും, അറ്റുപോകും, ഇല്ലാതെയാകും. ഉരൈത്തോം, ഞങ്ങളിതാ പറഞ്ഞു, നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു, ഇനിമേലും പറയും. നാം ഉരൈപ്പതൈ, എന്താണോ ഞങ്ങളെപ്പോലെയുള്ളവർ നിങ്ങളെപ്പോലെയുള്ളവർക്ക് പറഞ്ഞു തരേണ്ടത് അതിനെ പറയുന്നു എന്നാണ്. വേറെ എന്തെങ്കിലും പറഞ്ഞ് കയ്യടി വാങ്ങിച്ചിട്ട് ഇറങ്ങിപ്പോകുന്ന പരിപാടിയില്ല. നിങ്ങളുടെ രോഗമെന്ത്? ആ രോഗത്തെ ഉന്മൂലനാശം ചെയ്യാനുള്ള മരുന്ന് ഞങ്ങളുടെ കയ്യിലുണ്ട്. അതിതാ ഫ്രീ ആയിട്ട് നൽകുന്നു എന്നാണ്. 10 പൈസ വാങ്ങിക്കാതെ, പ്രതിഫലേച്ഛ ഇല്ലാതെ നിങ്ങൾക്ക് തരുന്നു. അത് കഴിച്ച് നിങ്ങളുടെ രോഗത്തിൽ നിന്ന് മുക്തരാകൂ. ഉരൈത്തതൈ നാം ഉരൈപ്പതൈ ഉരൈത്തോം, എന്തിനെയാണോ ഞങ്ങൾ പറയേണ്ടത് അതിനെ പറയുന്നു, പറഞ്ഞു, ഇനിയും പറയുകയും ചെയ്യും. ദേഹാദി പ്രപഞ്ചം താനെന്ന മോഹം അടങ്ങി ആനന്ദത്തിൽ സ്ഥിരമായി സ്ഥിതമാകാൻ വെമ്പലോടെ കാത്തു നിൽക്കുന്ന അന്തേവാസിക്ക്, ശ്രോതാക്കൾക്ക്, ശിഷ്യന് എന്നൊക്കെ അർത്ഥം പറയാം. ശ്രീ ജ്ഞാനാചാര്യർ പരമദിവ്യമായ ജ്ഞാനോപദേശം ചെയ്യുന്നു. ആ ദിവ്യോപദേശം അകന്നിരുന്നാലും ഇത്തരത്തിൽ തീവ്രതയുള്ള അന്യപക്വന്മാർക്കും മുക്തിക്ക് ഉതകുന്നതായിത്തീരുന്നു. അത് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ സാധിച്ചില്ലെങ്കിലും കുറെയൊക്കെയെങ്കിലും നമ്മുടെ ഉള്ളിലേക്ക് ആ ഉപദേശത്തിന്റെ സാരം കടന്നാൽ നമ്മുടെ ഉള്ളിലുള്ള അജ്ഞതയും ആ കർമ്മബന്ധവും ഒക്കെ നീങ്ങിക്കിട്ടും. പക്ഷേ അത് കേൾക്കുന്ന വിധം എങ്ങനെയെന്നും പറയാം. എങ്ങനെ ശ്രവണം ചെയ്യണം, ആചാര്യൻ എങ്ങനെ പറഞ്ഞു കൊടുക്കണം എന്ന് പറയുന്ന അതേ ശാസ്ത്രം കേൾക്കുന്നവർ എങ്ങനെ കേൾക്കണം എന്നും പറയുന്നുണ്ട്. ഉറക്കമായിരുന്നാലും ബോധത്തോടെ ഇരിക്കുന്ന ആട്ടിടയനെ പോലെ ഉണർവോടെ ആയിരിക്കണം ആ ഉപദേശം ശ്രവിക്കേണ്ടത്. അങ്ങനെ കേൾക്കുന്ന പക്ഷം ശുദ്ധവസ്ത്രത്തിൽ അതിവേഗം പറ്റുന്ന അഴുക്ക് പോലെയും പടർന്ന് കലശലായിത്തീരുന്ന രോഗങ്ങളെപ്പോലെയും ആത്മാക്കളെ ബാധിച്ചിരിക്കുന്ന അജ്ഞാന തിമിരം ഉടൻ തന്നെ അറ്റുമാറുന്നതാണ്. ഈ ഗ്രന്ഥത്തിലെ ദിവ്യോപദേശം ഗുരുവിന്റെ സമീപവർത്തിയായ ശിഷ്യർക്ക് മാത്രമല്ല, ആ പക്വനിലയിലുള്ള അനുവാചകന്മാർ, അതാണ് അകന്നു നിൽക്കുന്നവർ എന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഗുരുവിന്റെ മുമ്പിലിരുന്ന് നേരിട്ട് ആ ഗുരുമുഖത്തിൽ നിന്ന് നമ്മളിത് കേൾക്കുന്നില്ല, അവരെഴുതിയ ഗ്രന്ഥങ്ങൾ വായിച്ചാലും മതി, രക്ഷപ്പെടുന്നതാണ്. അതാണ് അകന്നിരുന്നാലും രക്ഷപ്പെടും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ പക്വനിലയിലുള്ള അനുവാചകന്മാർ സകലർക്കും സഹായകമാണെന്നും എന്നാൽ ഏറ്റവും ശ്രദ്ധയും ശക്തിയും ഉണർവുമുള്ള ശിഷ്യന് മാത്രമാണ് ഇത് അനുഗ്രഹമായി തീരുന്നതെന്നും ഇതിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ആ ശ്രവണത്തിൽ ശ്രദ്ധ നല്ലതുപോലെ നിറഞ്ഞു നിൽക്കണം. ശ്രദ്ധയെ വ്യതിചലിപ്പിക്കാതെ, മനസ്സ് വേറൊന്നിലേക്ക് ചാടിപ്പോകാതെ പറയുന്ന കാര്യത്തിൽ മനസ്സ് ലഗ്നമായിരിക്കണം എന്നാണ് ഈ പദ്യത്തിൽ പറയുന്നത്. തുടർന്നുള്ള പദ്യങ്ങൾ നമുക്ക് നാളെ വായിക്കാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.